Hello, good morning. Good morning, ma'am. Good morning, ma'am. Morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning. Very, very good morning. Babaki. Good morning. Good morning. മാവന്മാരൊക്കെ നമ്മമാരുടെ കൂടെ പഠിക്കാനിരിക്കുകയാണെന്ന് തോന്നണ്. നാളെ ആനുവൽ എക്സാം ആയതുകൊണ്ട് ഇന്ന് സ്റ്റഡി ലീവാണ്. ഓ, സ്റ്റഡി ലീവ് ആയതുകൊണ്ട് പഠിച്ചോ എല്ലാം? എന്താ നാളത്തെ എക്സാം? എന്താ നാളത്തെ എക്സാം പറ. ഇംഗ്ലീഷ്. ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് എല്ലാം പഠിച്ചു കഴിഞ്ഞോ? യെസ്. Yes. So, in which class you are studying? സെക്കൻഡ് സ്റ്റാൻഡേർഡ്. Very good. Smart. And your name? ഐഷ റൈഫ. Aisha Raifa. Aisha Raifa എല്ലാം പഠിച്ചു കഴിഞ്ഞോ ഇംഗ്ലീഷ്? യെസ്. Good. Good girl. താങ്ക് യു So, മാം. okay. So, prayer കഴിഞ്ഞോ നിങ്ങളുടെ? Prayer ചൊല്ലിയോ? Ma'am. Prayer start ചെയ്യട്ടെ. ഇല്ല. Oh Yes. Lord in heaven, please guide us this day in our studies and activities, that all of our works will be benefited with the teachings that our teachers will give us. Amen. Yes. So, Ma'am, എല്ലാവർക്കും വേണ്ടി signing. പ്രാർത്ഥിച്ചിട്ടുണ്ട്. Yes. Good morning, everyone. Welcome to our today's class. I would like to warmly welcome our facilitator, Nisha ma'am, and all my friends. Let us take advantage of this opportunity to grow and learn together. Thank you. Yes, thank you for welcoming me too. And let's start our class. And I So, think പറയാം. Success is not possible without struggle. yes. അപ്പൊ നമ്മള് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു എന്ത് കാര്യത്തിലും ഏത് കാര്യത്തിനാണെങ്കിലും ടു മേക്ക് ഇറ്റ് സക്സസ്, അല്ലെങ്കിൽ നമ്മൾ സക്സസിന് വേണ്ടിയിട്ട് വിജയത്തിന് വേണ്ടി എന്ത് കാര്യങ്ങളും ചെയ്യണമെങ്കിൽ യെസ് ദർ ഷുഡ് ബി സം ഹാർഡ് വർക്ക് ബിഹൈൻഡ് ഇറ്റ്. തീർച്ചയായിട്ടും നമ്മളുടേതായിട്ടുള്ള ചില സ്ട്രഗിൾസ്, ചില സാക്രിഫൈസസ്, ചില എന്താ പറയാ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഹാർഡ് വർക്ക്, ഡെഡിക്കേഷൻ, കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്. സോ ഇതെല്ലാം ചെയ്തുകൊണ്ടുള്ള ഒരു സക്സസ്ഫുൾ ഒരു എന്താ പറയാ കരിയർ ഡെവലപ്പ് ചെയ്യാനുള്ള നിങ്ങളുടെ ഒരു പ്രയത്നം അല്ലെ, ഹാർഡ് വർക്കിംഗ് ആണ്. ഒരുപാട് സാക്രിഫൈസ് നിങ്ങൾ ചെയ്യുന്നുണ്ട് ഓരോരുത്തരും. അപ്പൊ അതൊക്കെ എന്താ പറയാ സക്സസ്ഫുൾ ആയിട്ട് തന്നെ മാറട്ടെ എന്ന് ഉള്ള ഒരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങിയാലോ? തുടങ്ങാം. യെസ്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ദാറ്റ് ഈസ് അവർ ചാപ്റ്റർ. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ചാപ്റ്റർ ഇതാണ്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണ്, വൈജ്ഞാനികമായിട്ടുള്ള ബുദ്ധിപരമായിട്ടുള്ള വികാസം. അതിന്റെ കുറച്ച് ഇൻട്രൊഡക്ഷൻ ഒക്കെ നമ്മൾ പറഞ്ഞു. ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അല്ലെ? നമുക്ക് ഇത് കുറച്ചെടുത്തിട്ട് നമുക്ക് ലാസ്റ്റിലേക്ക് പോയാൽ മതിയോ? ഐ തിങ്ക് ചോദ്യങ്ങൾ കുറച്ച് കൂടുതലുണ്ട്. 9 ക്വസ്റ്റ്യൻസ് കൊണ്ട് പിന്നെ ഒരു ആക്ടിവിറ്റി പോലെ നിങ്ങൾക്ക് തന്നിരുന്നു അല്ലെ? അതുകൂടി ഇല്ലേ? കുറച്ചെടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് മൂവ് ചെയ്താൽ മതിയോ? അല്ലെങ്കിൽ ആദ്യം തന്നെ ആൻസർ പറയണോ? മതിയോ? വേണ്ട, ആൻസർ പറയണമെന്നായിരിക്കും. മൗനസമ്മതം വേണ്ട മാം, എടുത്തിട്ട് മതി. മതി, ക്ലാസ് കുറച്ചെടുത്തിട്ട് എടുത്തിട്ട് മതിയില്ലേ? യെസ് യെസ്, അതാണ് നല്ലത്. കുറച്ചുകൂടി നമ്മളെ ഞാനൊരു ഇത്ര ഭാഗം നമ്മളങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചിലപ്പോ ലാസ്റ്റ് ടൈമിങ് ശരിയായില്ലെങ്കിലോ എന്നുള്ള ഒരു പേടി കൊണ്ടാണ് കേട്ടോ നമ്മൾ എടുക്കാൻ. അവരത്രയും ഭാഗങ്ങളിലൊന്ന് കംപ്ലീറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുകയും അതിനുള്ള ഒരു സമയം കിട്ടി ഉണ്ടായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, യെസ്. അപ്പൊ നമ്മള് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. കുട്ടികളില് ഈ പറയുന്ന വികസനങ്ങൾ അവരുടെ അക്കോർഡിംഗ് ടു ദെയർ ടൈം ഓർ ദ സ്റ്റേജസ് ഓഫ് ഗ്രോത്ത്,
ഓരോ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും വിജ്ഞാനപ്രദമായിട്ടുള്ള രീതിയിലും ബുദ്ധിപരമായിട്ടുള്ള രീതിയിലും അവർക്ക് വളർച്ച വികസനം ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ആസ് വി ഓൾ ആർ മദേഴ്സ്, നമ്മളും അത് എന്താ പറയാ എക്സ്പീരിയൻസ് ചെയ്തവരാണ്. നമ്മള് ഇതിനെ മറ്റൊരാളുടെ എന്താ പറയാ മറ്റൊരാൾ പറഞ്ഞു തരേണ്ട ആവശ്യങ്ങളൊന്നും കൂടുതലൊന്നും ഇല്ല ഇതിനകത്ത്. ബിക്കോസ് നമ്മളാണ് ഏറ്റവും കൂടുതൽ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നതിന് മുമ്പ് തുടങ്ങിയുള്ള ഓരോ സ്റ്റേജസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു അല്ലെ. കഴിഞ്ഞ ചാപ്റ്ററിൽ ചൈൽഡ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു മൊഡ്യൂളിൽ നമ്മൾ കണ്ടിരുന്നു. ദാറ്റ് മീൻസ് ഒരു കുഞ്ഞ് നമ്മളുടെ ഉദരത്തില് ആ എന്താ പറയാ ഉരുവാകുന്ന സമയം മുതൽ അറ്റ് ദാറ്റ് പർട്ടിക്കുലർ ഏജ് ടൈം, ആ ഒരു പീരീഡ് മുതൽ അത് ജനിച്ചിട്ട് കുറച്ച് നാളുകൾ വരെയെങ്കിലും ഏറ്റവും കൂടുതൽ അതുമായിട്ട് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നത് അമ്മമാർ തന്നെയാണ്. അപ്പൊ അതൊക്കെ നമ്മൾ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് ഓരോ സ്റ്റേജസ്. എന്തെങ്കിലും ചില കാര്യങ്ങൾ ചിലപ്പോൾ കുട്ടികൾ വൈകി കഴിഞ്ഞാൽ there will be some lag in some stages. ചില സ്റ്റേജസിലേക്ക് കുട്ടികൾ ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് വരാൻ ചില കുട്ടികളുണ്ട്. ചില കുട്ടികളിൽ അങ്ങനെ ഒരു ചില ലാഗിങ്, ചില എന്താ പറയാ കാലതാമസം നേരിടാറുണ്ട്. സോ അന്നേരം ഏറ്റവും കൂടുതൽ പരിഭ്രാന്തിയിലാകുന്നതും അമ്മമാര് തന്നെയാണ് അല്ലെ. അതായത് എന്താണ് കമന്നു വീഴേണ്ട സമയമായി, പക്ഷെ കുട്ടി കമന്നു വീണിട്ടില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു എന്താ പറയാ ഒരു പേടി ഒക്കെ നമുക്ക് അനുഭവപ്പെടാറുണ്ട്. എല്ലാവരിലും ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ നമ്മൾ അതിന്റെ ആ ഒരു ടൈമിങ്ങിനനുസരിച്ച് ആഫ്റ്റർ 3 months, പിന്നെ 6 months, പിന്നെ എന്താ പറയാ 9 months, പിന്നെ 12 months, 1 yearന് ശേഷം, അങ്ങനെ ഓരോ സ്റ്റേജസിലും കുട്ടിയിൽ there should be some adequate changes in their growth. അവരുടെ ആവശ്യത്തിനുള്ള വളർച്ച വികാസങ്ങൾ ഉണ്ടാകും. അതനുസരിച്ച് ബുദ്ധിപരമായിട്ടുള്ള രീതിയിലും അവരുടെ കാഴ്ചയിലും കേൾവിയിലും ഒക്കെ മാറ്റങ്ങൾ ഉണ്ടോ എന്ന് നമ്മളിങ്ങനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇഫ് വി ഫീൽ സം, അത് നമ്മൾ ഇങ്ങനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിലെന്തെങ്കിലും തരത്തിലുള്ള വ്യതിയാനങ്ങൾ കണ്ടാൽ അല്ലെ, എന്തെങ്കിലും തരത്തിലുള്ള ഡിഫറൻസ് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ നമ്മൾ ഭയങ്കര ഈഗറാണ് അല്ലെ, എന്താണ് അങ്ങനെ എന്നുള്ള ഒരു കാര്യം അന്വേഷിച്ച് ചിലപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ മറ്റാരെങ്കിലുമായിട്ട് നമ്മൾ അത് ഡിസ്കസ് ചെയ്യുന്നു അല്ലെങ്കിൽ കൺസൾട്ട് ചെയ്യുന്നു. ആൻഡ് അതിനൊരു സൊല്യൂഷനിലേക്ക് നമ്മൾ എത്തുന്നു എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഇതൊക്കെ നമ്മൾ അറിയാം. ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് അനുസരിച്ച് ദ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഈസ് ഓൾസോ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. എന്തായാലും ഈ വിജ്ഞാനപരമായിട്ടുള്ള ബുദ്ധിപരമായിട്ടുള്ള വളർച്ചയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണ്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ പ്രധാനപ്പെട്ട 3 സ്റ്റേജുകളാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. അതിൽ ഫസ്റ്റ് വൺ ഇനാക്റ്റീവ് സ്റ്റേജ്, ഐക്കോണിക് സ്റ്റേജ്, സിംബോളിക് സ്റ്റേജ്. ഓക്കെ, 3 സ്റ്റേജുകളാണ്. ഈ സ്റ്റേജസ് ഒക്കെ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്ത് ഇങ്ങനെ 3 സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഉണ്ട് എന്നുള്ളതൊക്കെ കുറച്ച് പഠനങ്ങളിലൂടെയൊക്കെ പഠനങ്ങൾ നടത്തി കുറെ കാര്യങ്ങളൊക്കെ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തില് അക്കോർഡിംഗ് ടു ജെറോം ബെർണർ ആണ് കേട്ടോ. ജെറോം ബെർണർ എന്ന് പറയുന്നത് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ അല്ലെങ്കിൽ കോഗ്നിറ്റീവ് കാര്യങ്ങളെ കുറിച്ചിട്ട് പഠിക്കുന്ന സൈക്കോളജിസ്റ്റ് ആണ്. അദ്ദേഹം കണ്ടെത്തിയ പഠനങ്ങളിൽ നിന്നുമാണ് അദ്ദേഹം ഈ പറയുന്ന 3 സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഉണ്ടെന്ന് കണ്ടെത്തിയത്. ആരാണ്? ജെറോം ബെർണർ ആണ് കേട്ടോ. അക്കോർഡിംഗ് ടു ഹിം, അദ്ദേഹം ഒരു കോഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റ് ആണ്. അദ്ദേഹം കുട്ടികളുടെ ബുദ്ധിപരമായിട്ടുള്ള വളർച്ചയെ കുറിച്ച് പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന്റെ ആ ഒരു ബേസിസിലാണ് ഈ ക്ലാസിഫൈഡ് ദ സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഇൻടു 3 ആയിട്ട് തരംതിരിച്ചത്. അത് ഏതൊക്കെയാണ്? ഇനാക്റ്റീവ് സ്റ്റേജ്, ഐക്കോണിക് സ്റ്റേജ് ആൻഡ് സിംബോളിക് സ്റ്റേജ്. ഇതിങ്ങനെ പേര് കൊടുത്തിട്ട് ആ പേര് കേൾക്കുമ്പോൾ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നമ്മളുടെ കണ്ണിൽ കൂടി പോയിരിക്കുന്ന സ്റ്റേജസ് ഒക്കെ തന്നെയാണ്. ഓക്കെ, നമ്മളൊക്കെ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള മോസ്റ്റ് ഓഫ് ദ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന സ്റ്റുഡൻസും അവര് തന്നെ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളായിരിക്കും. നമുക്ക് ഇതൊക്കെ നോക്കാം എന്താവുന്നത്. ഇനാക്റ്റീവ് സ്റ്റേജ് ആണ്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ്, ഒന്നാമത്തെ സ്റ്റേജ് ആണ്. ഇവിടെ ഈ കുട്ടികള് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? അവരുടെ ഒരു ഡിസ്ക്രിപ്ഷൻ ഓഫ് സം തിങ്സ് ആൻഡ് ഇവന്റ്സ്, ചില വസ്തുക്കള് അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ അവരുടെ മോട്ടോർ റെസ്പോൺസ് ആക്ടിവിറ്റീസിലൂടെ ആണ് അവർ പല കാര്യങ്ങളും മനസ്സിലാകുന്നത്. എന്ന് വെച്ചാൽ ഒരു വസ്തുവിനെ കാണുമ്പോ അല്ലെങ്കിൽ എന്താ പറയാ എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് കേൾക്കുമ്പോ അവരുടെ മോട്ടോർ റെസ്പോൺസ് ആക്ടിവിറ്റീസ്. എന്താണ് ഈ മോട്ടോർ റെസ്പോൺസ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്? നമ്മുടെ മസിൽ റെസ്പോൺസ് ആണ്. എന്ന് വെച്ചാൽ അവർ തന്നെ പല കാര്യങ്ങളും എന്താ പറയാ ആ ഒരു സ്റ്റേജിൽ നിന്ന് തുടങ്ങി പല കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് ആ ആക്ടിവിറ്റീസ് ഒക്കെ അവർ തന്നെ സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് എന്താ പറയാ പരിശ്രമിക്കുന്നു.
അതാണ് ആ ഒരു സ്റ്റേജ് ആണ് ഈ കുട്ടികളുടെ ഈ ഇനാക്റ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ സ്റ്റേജില് കുട്ടികൾ എന്ത് ചെയ്യുന്നു, പല കാര്യങ്ങളും ചില വേർഡ് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ചില ഇമേജസ് കാണുമ്പോൾ അവർക്ക് അന്നേരം കാര്യങ്ങളൊന്നും ഗ്രഹിക്കാൻ പറ്റുമെന്ന് ഇല്ല. എന്ന് വെച്ചാൽ പിന്നെ ഒരു വേർഡ് നമ്മൾ പറയാണ്, ഇത് ഡോഗ് അല്ലെങ്കിൽ കാറ്റ് അല്ലെങ്കിൽ ഗോദർ അങ്ങനെ പോകും, എങ്ങനെയൊക്കെ പറഞ്ഞൊന്നും കൊടുക്കണ്ട. അവർ ആ വേർഡ്സോ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ഇമേജസോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ കാര്യങ്ങൾ നോക്കിയോ കണ്ടോ കാര്യങ്ങൾ ചെയ്യുന്നില്ല. അതേസമയം കുട്ടികൾ എന്താണ് ചെയ്യുന്നത് അറിയാമോ, അവർ തന്നെ എൻവയോൺമെന്റിൽ നിന്നും പല കാര്യങ്ങളും അവരുടെ മോട്ടോർ സ്ട്രെങ്ത് ഉപയോഗിച്ച് അല്ലെങ്കിൽ മോട്ടോർ റെസ്പോൺസ് ആക്ടിവിറ്റീസ് ഉപയോഗിച്ച് അവർ തന്നെ ഗ്രാസ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് പ്രത്യേകത, ഈ ഒരു സ്റ്റേജിന്റെ പ്രത്യേകത. അതായത് കൊച്ചുകുട്ടികള് പതുക്കെ നടക്കാനോ ഇരിക്കാനോ ഒക്കെ തുടങ്ങുന്ന സമയത്ത്, പതുക്കെ എവിടെയെങ്കിലും പിടിച്ച് നടക്കുന്ന സമയത്തൊക്കെ കുട്ടികൾ ചെയ്യുന്ന ചില ആക്ടിവിറ്റീസ് ഒക്കെ ഈ മോട്ടോർ റെസ്പോൺസ് ആക്ടിവിറ്റീസ് ആണ്. These activities are done in this stage, that is inactive stage. Inactive സ്റ്റേജിലാണ് കുട്ടികൾ ഈ പറയുന്ന രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്ന പല കാര്യങ്ങളിലും. അത് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, ഇൻഫന്റ് അണ്ടർസ്റ്റാൻഡ്സ് ഹിസ് എൻവയോൺമെന്റ് ബൈ ടച്ചിങ്, ബൈറ്റിംഗ് ആൻഡ് ഗ്രാസ്പിംഗ്. പല കാര്യങ്ങളെയും എന്താ പറയുക ഗ്രഹിച്ചും അതുപോലെ തന്നെ തൊട്ടും അതുപോലെ തന്നെ പിടിച്ചും ഒക്കെ നോക്കിയിട്ടാണ്, കടിച്ചും ഒക്കെ നോക്കിയിട്ട് കുട്ടികൾ സ്വയം ആയിട്ട് പല കാര്യങ്ങളെയും മനസ്സിലാക്കുന്ന ഒരു സ്റ്റേജ്. അതാണ് ഇനാക്റ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്നാണ് അക്കോർഡിംഗ് ടു ജെറോം ബെർണർ പറയുന്നത്. അദ്ദേഹം ആണ് ഈ പറയുന്ന 3 കാറ്റഗറീസ് ആയിട്ട് ഈ സ്റ്റേജസിനെ, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ സ്റ്റേജസിനെ ക്ലാസിഫൈ ചെയ്തത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഇനാക്റ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ കുട്ടികൾ അവരുടെ പല ടേംസും അല്ലെങ്കിൽ പല കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് എങ്ങനെ വെച്ചിട്ടാണ്, മോട്ടോർ റെസ്പോൺസ് ആക്ടിവിറ്റീസ് ആണ്. വെച്ചാൽ അവർ ചെയ്യാണ്. ഇപ്പൊ എന്തെങ്കിലും സാധനം കൈ കിട്ടി വേഗം തന്നെ അത് കടിക്കുന്നു, കടിച്ച് അതിൽ വായിലേക്ക് ഇട്ട് നോക്കുന്നു, അല്ലെ? കുട്ടികൾ അങ്ങനെയല്ലേ, എന്തെങ്കിലും താഴെ കാണുമ്പോൾ അവർക്കറിയില്ല, they do not know it is convenient for eating, അല്ലെ? ഇത് തിന്നാൻ പറ്റുന്നതാണോ അല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടതാണെന്നൊന്നും കുട്ടികൾക്ക് അറിയില്ല. അപ്പൊ വായിലേക്ക് കൊണ്ടുവന്നു, ഒരു കടിച്ചു നോക്കുന്നു, അതുപോലെ തന്നെ തൊട്ട് നോക്കുന്നു, അല്ലെങ്കിൽ പല കാര്യങ്ങളെയും പിടിച്ച്, അല്ലെ? എങ്ങനെയൊക്കെ ചെന്നിട്ട് ഇപ്പൊ പൂച്ച അല്ലെങ്കിൽ പട്ടി അങ്ങനെയൊക്കെ ഉള്ളതിനെ കാണുമ്പോൾ ചിലപ്പോൾ അവർ ചെന്ന് അതിനെ പിടിച്ചു നോക്കും. അതിന്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ എന്ത് ചെയ്യുന്ന അവർക്ക് അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് അറിയില്ല. കുറച്ചുകൂടി മുതിർന്ന കുട്ടികളാണെങ്കിൽ ഇനി പട്ടിയുടെ അടുത്തേക്കോ പൂച്ചയുടെ അടുത്തേക്കോ ഒക്കെ പെട്ടെന്നൊന്നും ചെയ്യില്ല. കാരണം അത് മാന്തിയാലോ അല്ലെ അത് കടിച്ചാലോ അതെങ്ങനെ റെസ്പോണ്ട് ചെയ്യും, ആ ഒരു ജീവി എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നത് അവർക്ക് അറിയില്ല. വലുതായി വരുമ്പോഴാണ് ഈ സാധനങ്ങളോടൊക്കെ ഉള്ള പേടി. ജസ്റ്റ് ഫോർ എക്സാമ്പിൾ, ഒരു പല്ലിയോ പാറ്റിയോ അല്ലെങ്കിൽ ഒരു പഴുതാരിയോ ഒക്കെ അടുത്ത കൂടിയൊക്കെ എഴഞ്ഞു പോകുന്നത് കണ്ട ഇതൊക്കെ വേണമെങ്കിൽ അതിന്റെ പിന്നാലെ ചെന്ന് എന്ത് ചെയ്യും, അതിനെ പിടിക്കാൻ നോക്കും. ബിക്കോസ് ദേ ഡു നോട്ട് നോ what is the എന്താ പറയാ ഹാംഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടോ എന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ആ ഒരു സ്റ്റേജ് ആണ് ഇനാക്റ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഒന്നാമത്തെ സ്റ്റേജ് മനസ്സിലായി മാം. പറഞ്ഞോ, എന്നോടാണോ? മനസ്സിലായി. ഓക്കെ. കുട്ടികൾ പിന്നെ എന്താ പറയാ, ഇപ്പൊ അവർക്ക് ഇങ്ങനെ കാണിച്ചൊന്നും കൂടെ ഉണ്ടാ. ഇപ്പൊ എവിടെയെങ്കിലും ഒരു സ്റ്റെപ്പ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ സ്റ്റെയറിൽ പിടിച്ച് കയറുക, അല്ലെ? വെള്ളം കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനകത്ത് കൂടെ ഇറങ്ങിപ്പോകുക, ഇതൊന്നും അവരോട് പറയണ്ട. പക്ഷെ they will act according to their motor response. അവരുടെ ആ മോട്ടോർ സ്ട്രെങ്ത് അല്ലെങ്കിൽ മസിൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ മസിൽ മൂവ്മെന്റുകളൊക്കെ ഇങ്ങനെ അവർ തന്നെ സ്വന്തമായിട്ട് അവരുടെ മസിൽ മൂവ്മെന്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് ഒക്കെ അവർ ചെയ്യും. അതാണ് ആ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ ഇനാക്റ്റീവ് സ്റ്റേജ് എന്ന് വിളിക്കുക, അല്ലെ? ഇവിടെ കുട്ടികളെ പല കാര്യങ്ങളും മനസ്സിലാക്കുന്നത് എങ്ങനെയൊക്കെയാണ്? ബൈ ഗ്രാസ്പിംഗ്, അതിനെ പിടിച്ച്, അല്ലെങ്കിൽ ബൈറ്റിംഗ് കടിച്ചു നോക്കിയിട്ട്, അതല്ലെങ്കിൽ ബൈ ടച്ചിങ്, അല്ലെ? തൊട്ട് നോക്കിയിട്ട് സ്പർശിച്ചു നോക്കിയിട്ടൊക്കെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുക. അതായത് നമ്മളിപ്പോ കുട്ടികളുടെ എന്താ പറയാ ചെറിയ കുഞ്ഞ് കുട്ടികളൊക്കെ ആയിരിക്കുന്ന സമയത്ത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു സ്റ്റേജിലാണ് അവർ ചെയ്യുക. അവർക്ക് അതിന്റെ അപ്പുറം അത് കഴിഞ്ഞിട്ടുണ്ടാകുന്ന കാര്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ ആ കാര്യം എടുത്തു ചാടി അവര് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, സ്റ്റെയർ കയറുന്നതും സ്റ്റെപ്പ് ഇറങ്ങുന്നതും, അല്ലെ? നമ്മള് പണ്ടൊക്കെ കുട്ടികള് ഇറങ്ങി പുറത്തോട്ടൊക്കെ ഓടി പോകുന്നു വിചാരിച്ചിട്ട് നമ്മൾ വാതിൽപ്പടിയിൽ വല്ല തടസ്സമൊക്കെ ഇങ്ങനെ വെക്കും, അല്ലെ? കുട്ടികൾ അതിന്റെ മുകളിൽ കയറിയാലോ, വീടിന്റെ അകത്ത് സ്റ്റെയർ ഉള്ളവരൊക്കെ എന്ത് ചെയ്യും അറിയാമോ? ഇതുങ്ങൾ പതുക്കെ പിടിച്ചെഴുന്നേറ്റ് നിൽക്കാനൊക്കെ തുടങ്ങുന്ന ആ ഒരു സ്റ്റേജില് ഈ പറയുന്ന എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെന്ന് വെക്കും. അവിടെ സ്റ്റെപ്പിന്റെ മുകളിലേക്ക് കയറി പോയിട്ട് അവിടെ എന്തെങ്കിലും താൽക്കാലിക ടെമ്പററി ആയിട്ട് നമ്മൾ എന്തെങ്കിലും അവിടെ പണിത് വെക്കും, അല്ലെ?
അല്ലെങ്കിൽ എന്തെങ്കിലും രണ്ട് വടിയിൽ വെച്ച് കെട്ടിയിട്ട് അവിടെ വെക്കും. ദാറ്റ് മീൻസ് അവർ അതിന്റെ മുകളിലേക്ക് കയറി പോയാൽ താഴേക്ക് വീഴും എന്നുള്ള ഒരു പേടി അവർക്കില്ല. അവരുടെ ആ ഒരു മസിൽ സ്ട്രെങ്ത് ഉപയോഗിച്ച് ആക്ടിവിറ്റീസ് വെച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യമൊക്കെ അവർ ചെയ്യും. ദാറ്റ്സ് ഓൾ. അതാണ് ഈ ഒരു സ്റ്റേജിന്റെ പ്രത്യേകത, ഇനാക്റ്റീവ് സ്റ്റേജ് കേട്ടോ. യെസ്, ഒന്ന് വായിക്കാമോ എനിബഡി? ആരാ വായിക്കാം? Inactivate stage. The stage is characterized by the child's description of things and event in theme of suitable motor response activities. In this stage, the child knows the world only through the medium of operation, not through the words of imagine. For example, images. Okay, images. For example, the infant understand his environment by touching, biting, and grasping. ഓക്കെ, യെസ്. അടുത്ത സ്റ്റേജ് ആണ് ഐക്കോണിക് സ്റ്റേജ്. ഐക്കോണിക് സ്റ്റേജ് അല്ലെങ്കിൽ ഒരു സിംബോളിക് സ്റ്റേജ് ആണ് ഇത്. ഇവിടെ കുട്ടികൾ പല കാര്യങ്ങളെയും മനസ്സിലാക്കുന്നത് the things and events in terms of audio visual images. അതായത് ഇപ്പൊ ഒരു എന്തെങ്കിലും ഒരു സാധനത്തിന്റെ പേര് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം, ഒരു ഇവന്റ് അവർ കേൾക്കുമ്പോൾ they will have some mental picture. അവരിൽ ഒരു പിക്ചറൈസേഷൻ, അവർ അതിനൊരു രൂപം അപ്പൊ തന്നെ അവരുടെ മനസ്സിലേക്ക് തെളിയും. ആ ഒരു സ്റ്റേജാണ്. എന്ന് വെച്ചാൽ നമ്മളുടെ ആദ്യത്തെ സ്റ്റേജ് ഇനാക്റ്റീവ് സ്റ്റേജിൽ നിന്ന് കുറച്ചുകൂടി ഒരു പടി കൂടി കുറച്ചുകൂടി എന്താ പറയാ ഉയർന്ന രീതിയിലുള്ള ആ ഒരു സ്റ്റേജ് ആണ് നമ്മുടെ ഐക്കോണിക് സ്റ്റേജ് എന്ന് പറയുമ്പോൾ. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ സാധനത്തിന്റെ പേര് കേൾക്കുക, അപ്പൊ ആ ഒരു പിക്ചറൈസേഷൻ അവരുടെ ഉള്ളിൽ അവര് ഒരു അതിനൊരു രൂപം അവർക്ക് അതിന് തോന്നും. അതുപോലെ തന്നെ ഒരു മെന്റൽ പിക്ചർ ആ ഒരു സ്റ്റേജിൽ അവർക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ഈ ഒരു സ്റ്റേജിന്റെ പ്രത്യേകത. ആൻഡ് ഓൾസോ ഇവർക്ക് അതിനെ കുറിച്ചിട്ടുള്ള പല ഇൻഫോർമേഷൻസ്, ഈ ഇമേജസ് കാണുമ്പോൾ ആ കുട്ടികൾ അവർക്ക് അതിനെ കുറിച്ച് കുറെ ഇൻഫോർമേഷൻസ് അവർ കേട്ടതോ അല്ലെങ്കിൽ കണ്ടതോ ആയിട്ടുള്ള പല കാര്യങ്ങളും അവരുടെ മനസ്സിൽ തെളിയുന്നു. അതിന് ഒരു ഇൻഫോർമേഷൻസ് അവർക്ക് അതിൽ നിന്നും ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ ഒരു പട്ടി എന്ന് കേൾക്കുമ്പോ അവര് ഒരു ഡോഗ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 1 to 6 ഏജസ്, ചില അവര് 3 to 7 ഏജസ് ഒക്കെ പറയുന്നുണ്ട്. ആ ഒരു കാലഘട്ടം ആണ് കേട്ടോ നമ്മുടെ ബെർണർ പറയുന്നത് ഐക്കോണിക് സ്റ്റേജിന്റെ ആ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഐക്കോണിക് സ്റ്റേജ് എന്ന് പറയുന്നതിന്റെ ആ കാലഘട്ടം ഒന്ന് മെൻഷൻ ചെയ്യുന്നത് 1 to 6 ഏജസ്, അല്ലെങ്കിൽ ഇൻ സം കേസസ് ഇറ്റ് ഈസ് 3 to 7 ഏജസ് എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ കുട്ടികൾക്ക് പല കാര്യങ്ങളും അത് കേൾക്കുമ്പോൾ അവരുടെ ഒരു ഓഡിയോ വിഷ്വൽ ഇമേജ് ദേ ക്യാൻ ക്രിയേറ്റ് ഇൻ ദെയർ മൈൻഡ്. അവരുടെ മനസ്സിൽ അവർക്ക് ഇങ്ങനെ ഒരു വസ്തുവിന്റെ പേര് അല്ലെങ്കിൽ അവരുടെ വിഷ്വൽ കേൾക്കുമ്പോൾ അതിനെ കുറിച്ച് കുറെ ഇൻഫർമേഷൻസ് അവരുടെ മനസ്സിൽ തെളിയുന്നു എന്നുള്ളതാണ് ഈ ഒരു പ്രത്യേകത. അതായത് എന്താ പറയാ, ഈ ഒരു കാലഘട്ടത്തിൽ മറ്റൊരു പ്രത്യേകത, ഈ ചൈൽഡ് എന്ന് പറയുന്നത് ഒരു പ്രിസണർ ഓഫ് ദിസ് അഫക്റ്റീവ് വേൾഡ്. അവര് ആഗ്രഹിക്കുന്ന അവരുടേതായ ചുറ്റുമുള്ള ഒരു വലിയ ലോകമുണ്ട്. ആ വലിയ ലോകത്തില് ശരിക്കും പറഞ്ഞ കുട്ടികൾ ഒരു പ്രിസണർ ആയിട്ട് മാറുകയാണ്. പ്രിസണർ എന്ന് പറഞ്ഞാൽ എന്താ, അതായത് അവർ സ്വന്തമായിട്ട് എന്താ പറയാ കാര്യങ്ങളെ പോയി അറിഞ്ഞു മനസ്സിലാക്കുന്നില്ല, പക്ഷെ ആരെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നത് കുട്ടികളുടെ മൈൻഡിൽ ഒരു ചിത്രമായി അവിടെ കിടക്കുന്നു. ദാറ്റ്സ് ഓൾ. അതാണ് ഉദ്ദേശിച്ചത് പ്രിസണർ എന്ന്. പ്രിസണർ എന്ന് ഉദ്ദേശിക്കുന്നത് ജയിലിൽ അടച്ച അവരെയാണ് നമ്മൾ പ്രിസണേഴ്സ് എന്ന് വിളിക്കുക. പക്ഷെ ഇവിടെ കുട്ടികൾ പ്രിസണേഴ്സ് ആണെന്ന് എന്തുകൊണ്ട് പറയുന്നു? ബിക്കോസ് അവര് കാര്യങ്ങളെ കണ്ടറിഞ്ഞ് നേരിട്ട് കണ്ട് അനുഭവിച്ചറിഞ്ഞ് മനസ്സിലാക്കിയതല്ല, മറ്റുള്ളവര് കാണിച്ചു കൊടുത്തതാകാം. നമ്മൾ പറയില്ലേ, ഇപ്പൊ 1ാം ക്ലാസ് 1 മുതൽ 6 വയസ്സ് വരെയുടെ ആ ഒരു കാലഘട്ടത്തിലാണ് ഐക്കോണിക് സ്റ്റേജ് എന്ന് പറയുന്നത്. ഒരു 3 വയസ്സാകുന്ന കുട്ടികളെ എന്ത് ചെയ്യും, നമ്മള് സ്കൂളിൽ കൊണ്ടാക്കും. അപ്പൊ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് നമ്മള് പുസ്തകങ്ങൾ ആദ്യത്തെ LKG-യിലൊക്കെ നമ്മൾ കൊണ്ടാക്കുമ്പോൾ 3 ഇയേഴ്സിലൊക്കെയാണ് കുട്ടികളെ LKG-യിൽ ആളുകൾ കൊണ്ടാക്കുക അല്ലെ. ഒരു 3 ഇയേഴ്സ് അല്ലെങ്കിൽ 3.5 ഇയേഴ്സ് ഒക്കെ ആകുമ്പോ 3-3.5 വയസ്സാകുമ്പോൾ LKG-യിലേക്ക് കൊണ്ടുപോകും. അപ്പൊ അവിടെ ചിലപ്പോൾ കുട്ടികൾ കൊടുക്കുന്നത് കുറെ കളേർഡ് പിക്ചേഴ്സ് ഉള്ള അല്ലെ പുസ്തകങ്ങളല്ലേ. ആദ്യത്തെ LKG ക്ലാസ്സിലൊക്കെ ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ ABCD ആണെങ്കിൽ ABCD-നെ റെപ്രസെന്റ് ചെയ്യുന്ന A4 ആപ്പിൾ, അത് പണ്ട് തുടങ്ങി കുട്ടികളുടെ മനസ്സിൽ എന്ന് കേൾക്കുമ്പോൾ
എ ഫോർ ആപ്പിൾ ആണ്. അപ്പൊ ആപ്പിൾ എന്ന് പറയുന്ന പടം അവരെ കാണിച്ചു കൊടുത്തിട്ടാണ്. ചിലപ്പോ കുട്ടി ആപ്പിൾ എന്ന് പറയുന്നത് കുട്ടികളൊക്കെ പണ്ടത്തെ കാര്യം എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ കുറച്ച് കഴിയുമ്പോൾ തുടങ്ങിയൊക്കെ ആപ്പിളും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പണ്ടങ്ങനെയൊന്നുമില്ല. ആപ്പിളൊക്കെ കിട്ടാന്ന് പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര ലക്ഷറിയസ് ഫ്രൂട്ട് ആണ്. പുറത്തേന്നും കാഴ്ചക്ക് കൊടുത്ത അതിന് ആളുകൾക്ക് വാങ്ങിക്കാൻ പറ്റില്ല, കാണിച്ചു കൊടുക്കാൻ പോലും. അപ്പൊ ആപ്പിൾ എന്ന് പറയുന്നത് അതിന്റെ ഷേപ്പിലാണ്. ബിഫോർ ബോൾ, ചിലപ്പോ ബോൾ ഒന്നും ആദ്യം കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷെ എങ്കിലും പടത്തിലെ കുട്ടികളെ കാണിച്ചു കൊടുക്കും ബോൾ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ആ ഓഡിയോ അല്ലെങ്കിൽ ആ പറയുന്ന സാധനം ഈ പന്ത് എന്നുള്ളത് ഒരു വിഷ്വല് കുട്ടികളുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടം. അതുകൊണ്ടാണ് അവർ സ്വന്തമായിട്ട് അതിനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇവരെ അടിച്ചേൽപ്പിച്ച് ഇവരിലേക്ക് ഇന്നതാണ് ഇത് ഇന്നതാണ് എന്ന് ചില ശബ്ദങ്ങളിലൂടെ, ചില എന്താ പറയാ പിക്ചേഴ്സിലൂടെ നമ്മൾ അവരെ മനസ്സിലാക്കി എടുക്കുന്ന ഒരു സ്റ്റേജ്. ദാറ്റ് ഈസ് കോൾഡ് ദ ഐക്കോണിക് സ്റ്റേജ്. അവിടെ ചില സിംബൽസ്, ഐക്കൺസ് ഒക്കെയാണ് നമ്മൾ കാണിച്ചു കൊടുക്കുക അവരെ. പിന്നെ പിക്ചേഴ്സ്, സിംബൽസ്, ഐക്കോൺസ് ഒക്കെ കാണിച്ചു കൊടുത്ത് കുട്ടികൾക്ക് അതിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ് അവര് ഗ്യാദർ ചെയ്യും. കണ്ടോ, ഇപ്പൊ എന്താ പറയാ സി എന്തിനെ റെപ്രസെന്റ്, സി ഫോർ ക്യാറ്റ്. അപ്പൊ ക്യാറ്റിനെ ചിലപ്പോ കുട്ടി ആദ്യം കണ്ടിട്ടുണ്ടാവും യാത്ര ചെയ്യുമൊക്കെ. ഒരു വയസ്സ് കഴിഞ്ഞതിന് ശേഷം 1-നും 6-നും ഇടയിലാണല്ലോ ഐക്കോണിക് സ്റ്റേജ് പറയുന്നത്. പക്ഷെ എങ്കിലും ഈ പടം കാണിച്ചിട്ട് ഇത് നമ്മൾ ക്യാറ്റ് ആണ് എന്നുള്ളത് കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കുന്നു. അതുകൊണ്ടാണ് സ്വന്തമായിട്ട് നമ്മൾ അറിയുന്നതിനേക്കാൾ ആ കുട്ടി നേരത്തെ തന്നെ ഇതുപോലെയുള്ള ഇമേജസ് ഓഡിയോ ആയിട്ടൊക്കെ വിഷ്വൽ ആയിട്ടൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ട് അതിനെ കുറിച്ചൊരു എന്താ പറയാ ഇൻഫോർമേഷൻസ് മനസ്സിൽ ഉണ്ടാക്കുന്നു. ദാറ്റ്സ് കോൾഡ് ഐക്കോണിക് സ്റ്റേജ്. അതാണ് നമ്മുടെ ഐക്കോണിക് സ്റ്റേജ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ എല്ലാവർക്കും? യെസ്. ആതിര ഒന്ന് വായിക്കാമോ? ആതിര ഉണ്ടോ? അതിലുണ്ടോ ക്ലാസ്സില്? യെസ് മാം വായിക്കാം. വായിക്കാം. അയ്യോ മാം സോറി, ഒരു ആരോടെങ്കിലും പറയാൻ വേണ്ടി കുഞ്ഞ് ഇച്ചിരി ബഹളമാണ് ഇവിടെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുവാണ്. ഞാൻ വായിക്കാം. വായിക്കാം. Stage. This stage is characterized by the child's description of things and events in terms of audio-visual images or mental pictures. In this stage, information is gained by imaginary, and the child is prisoner of this affective world. Yes. Okay. Yes. ഇനി അടുത്ത സ്റ്റേജ് ആണ് സിംബോളിക് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി എന്താണ് സിംബോളിക് സ്റ്റേജിന്റെ പ്രത്യേകത? അക്കോർഡിംഗ് ടു ജെറോം ബെർണർ അദ്ദേഹം പറയുന്നത് വീണ്ടും കുട്ടികളുടെ സ്റ്റേജിൽ ഒരു സ്റ്റേജ് ആണ് സിംബോളിക് സ്റ്റേജ് എന്ന്. ഇവിടെ റെപ്രസെന്റേഷൻ ഓഫ് പല കാര്യങ്ങളും കുട്ടികളെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇൻ ദ ടേംസ് ഓഫ് വേർഡ്സ്, അത് വാക്കുകളായിട്ടും സിംബൽസ് ആയിട്ടും മറ്റ് തരത്തിലുള്ള എന്താ പറയാ ഇമാജിനറി അബ്സ്ട്രാക്ട് ഫിനോമിന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ അവരുടെ മോട്ടോർ ആക്ടിവിറ്റീസ് വെച്ച് ചെയ്യാൻ പറ്റുന്നത്, അവർ കേട്ടിട്ടുള്ളത്, കണ്ടിട്ടുള്ളത് കൂടാതെ ചില അബ്സ്ട്രാക്ട് ആയിട്ടുള്ള ഫിനോമിന അല്ലെങ്കിൽ ടേംസ്. അബ്സ്ട്രാക്ട് ടേംസ് എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് മീൻസ് വിച്ച് കനോട്ട് ബി സീൻ. നമുക്ക് കാണാനൊന്നും പറ്റില്ല, ഫിസിക്കൽ ആയിട്ടുള്ളതൊന്നും അല്ല, അതായത് ടാൻജിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലാത്തതും കുട്ടികൾ എന്ത് ചെയ്യുന്നു, മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണ് സിംബോളിക് സ്റ്റേജ്. നമ്മളിങ്ങനെ പറഞ്ഞാൽ മതി, ഇപ്പൊ ഒരു ആന, പൂച്ച, പട്ടി അല്ലെ, ബിൽഡിങ് എന്നൊക്കെ പറഞ്ഞാൽ കുട്ടികൾക്ക് അത് കാണാം അല്ലെ. പിന്നെ ചില സൗണ്ടുകൾക്ക് ഇപ്പൊ എന്താ പറയാ, പുറത്ത് ഏതെങ്കിലും ഉത്സവമൊക്കെ നടക്കുന്നു, അമ്പലത്തിൽ വെടി പൊട്ടുന്നു, അത് പടക്കം പൊട്ടുന്നതാണ്, വെടി പൊട്ടുന്നതാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും മ്യൂസിക് കേൾക്കുന്നു, അല്ലെങ്കിൽ എയറോപ്ലെയിൻ ആകാശത്തൂടി പോകുന്നതിന്റെ സൗണ്ട്, ഇതൊക്കെ നമ്മൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അത് അവർക്ക് മനസ്സിലാകുന്ന സ്റ്റേജ്. അതൊക്കെ അവർക്ക് സെക്കൻഡ് സ്റ്റേജിൽ ഐക്കോണിക് സ്റ്റേജ് വഴി അവർക്ക് മനസ്സിലാകുന്നുണ്ട്. ഈ സിംബോളിക് സ്റ്റേജിൽ വരുമ്പോ വേർഡ്സ് മനസ്സിലാകും, അവർക്ക് ചില സിംബൽസ് മനസ്സിലാകും, അതോടൊപ്പം തന്നെ ചില ഇമാജിനറി അബ്സ്ട്രാക്ട് ടേംസും അവർക്ക് മനസ്സിലാകും. ഈ ഇമാജിനറി അബ്സ്ട്രാക്ട് ടേംസ് എന്ന് പറയുമ്പോൾ അത് ഈ പറയുന്ന നമുക്ക് കാണാൻ പറ്റാത്ത, നമുക്ക് കുട്ടികളെ ഇന്നതാണെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല ആ സാധനം. പക്ഷെ there are some terms. പക്ഷെ അങ്ങനത്തെ കുറെ വാക്കുകളുണ്ട്, ലൈക്ക് ഓണസ്റ്റി, സത്യസന്ധത അല്ലെ, ബ്യൂട്ടി, സൗന്ദര്യം അല്ലെ, ഇന്റലിജൻസ്, ബുദ്ധി, ഇങ്ങനെയുള്ള ചില പദങ്ങളെയും കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റേജ് ആണ് സിംബോളിക് സ്റ്റേജ് എന്ന് പറയുന്നത്. അവിടെ കുട്ടികൾ അവരുടെ ആക്ടിവിറ്റീസ്, അവരുടെ മോട്ടോർ ആക്ടിവിറ്റീസ്, അവരുടെ വിഷ്വൽ ഇമേജസ് എല്ലാത്തിൽ നിന്നും അവർക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്ന സ്റ്റേജ് ആണ്.
ഇവിടെ കുട്ടികള് അവരുടെ എന്താ പറയാ ഈ ഒരു സ്കിൽ ഉപയോഗിച്ച്, കാരണം ഈ ഒരു പ്രായം അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിലേക്ക് എത്തുമ്പോൾ കുട്ടികൾക്ക് പല സിംബോളിക് ആക്ടിവിറ്റീസ്, ചില അടയാളങ്ങൾ, പല കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാൻ പറ്റും. ലൈക്ക് അതിന് അവര് പറയുന്നുണ്ട് ലാംഗ്വേജ് മനസ്സിലാകുന്നു അല്ലെ, ചില എന്താ പറയാ ഭാഷയ്ക്ക് ചിലപ്പോ നമ്മള് അത് പറയാതെ തന്നെ നമ്മൾ എന്തെങ്കിലും ആംഗ്യം കാണിച്ചാൽ they can understand. And also in mathematics, കണക്കിലൊക്കെ ഇവർക്ക് പല കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഒരു പ്ലസ് ചിഹ്നം 3+2 എന്ന് കാണുമ്പോൾ കുട്ടികൾക്ക് മനസ്സിലാവുന്നു അത് 3ന്റെ കൂടെ 2 ആഡ് ചെയ്യാനുള്ളതാണ്, കൂട്ടാനുള്ളതാണ്. കണ്ടോ? അതാണ് ചില സിമ്പിൾസ് കൂടി ഐഡന്റിഫൈ ചെയ്യാനുള്ള എന്താ പറയാ ഒരു പ്രത്യേക കഴിവ് ഈ ഒരു സ്റ്റേജിൽ വരുന്നു കുട്ടികൾക്ക്. ഏത് സ്റ്റേജിലാണ്? സിംബോളിക്. അതുകൊണ്ട് തന്നെയാണ് അതിന് ആ പേര് വന്നിട്ടുള്ള സിംബോളിക് സ്റ്റേജ് എന്ന്. മനസ്സിലായോ? ചില സയൻസ്, ചില സൈൻ മീൻസ് അടയാളങ്ങളാണ് ഉദ്ദേശം, മറ്റേ സയൻസ് അല്ല, ശാസ്ത്രമല്ല. അപ്പൊ സൈനുകൾ കൂടി മനസ്സിലാക്കാൻ, സിമ്പിൾസ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഇപ്പൊ 10 ഡിവൈഡഡ് ബൈ 2, 10 2 ഡിവൈഡ് ചെയ്യാനുള്ളതാണ്. 2 കൊണ്ട് 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാനുള്ളതാണ്. ഡിവിഷൻ സൈൻ അവർക്ക് മനസ്സിലാക്കുന്നു. ചില വേരിയബിൾസ് ഒക്കെ, ഇപ്പൊ അൺനോൺ ഫിഗറുകളൊക്കെ, അറിയാൻ പാടില്ലാത്ത ഫിഗറുകൾക്ക് നമ്മൾ എക്സ് എന്ന് കൊടുക്കുന്നു എന്ന് പറയുന്ന ഓൾജിബ്രയൊക്കെ ഉപയോഗിക്കാനുള്ള ആ ഒരു സ്റ്റേജിലേക്ക് കുട്ടികൾ മാറുന്ന സ്റ്റേജാണ് സിംബൽസ്, സിംബോളിക് സ്റ്റേജ്. സിംബൽസ് കൂടി മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായ? മോട്ടോർ ആക്ടിവിറ്റീസ് ഉപയോഗിച്ച് എന്താ പറയാ അവരുടെ മസിൽ സ്ട്രെങ്ത് ഉപയോഗിച്ച് അവർക്ക് ചെയ്യാൻ പറ്റുന്ന പ്രവർത്തികൾ മാത്രമല്ല, ഏതെങ്കിലും വേർഡ്സ് അത് കണ്ടു കഴിഞ്ഞാൽ അതെന്താണെന്ന് മനസ്സിലാക്കാനുള്ളത് മാത്രമല്ല, വിഷ്വൽസ് എന്തെങ്കിലും കണ്ടാൽ മാത്രം മനസ്സിലാക്കുന്നതല്ല. ഇതിനെല്ലാം പുറമെ ചില അബ്സ്ട്രാക്ട് ആയിട്ടുള്ള ടേംസ് പറഞ്ഞതുപോലെ ഇന്റലിജൻസ്, ഓണസ്റ്റി, ബ്യൂട്ടി എന്ന് പറയുന്ന ചില അബ്സ്ട്രാക്ട് ആയിട്ടുള്ള ഫിസിക്കൽ ആയിട്ടുള്ള രൂപമില്ലാത്ത ചില വസ്തുക്കളല്ല, രൂപമില്ലാത്ത ചില പദങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. ചില സിംബൽസും ഉപയോഗിക്കാനായിട്ട് അവരെ കൊണ്ട് സാധിക്കുന്ന ആ ഒരു സ്റ്റേജ്. മനസ്സിലായപ്പോ മൂന്ന് സ്റ്റേജാണ്. ഇനാക്റ്റീവ് സ്റ്റേജും ഐക്കണിക് സ്റ്റേജും സിംബോളിക് സ്റ്റേജും മൂന്നും ഡിഫറെന്റ് ആണ്. ആദ്യത്തെ സ്റ്റേജില് എന്ത് ചെയ്യുന്നു? കുട്ടികൾ സ്വന്തമായിട്ട് ഒന്നും അറിയാൻ പാടില്ലെങ്കിലും അവരുടെ മുമ്പിൽ കാണുന്ന ചില ആക്ടിവിറ്റീസ് അവരുടെ മസിൽ സ്ട്രെങ്ത് ഉപയോഗിച്ച് അവർ ചെയ്യുന്നു ചില ആക്ടിവിറ്റീസ്. അതിന് എക്സാമ്പിൾ നമ്മൾ പറയാം, സ്റ്റെയർ കയറുന്നത് അല്ലെ, പടികൾ ചവിട്ടി ഇറങ്ങുന്നത് അല്ലെ, ഇതൊക്കെ. അല്ലെങ്കിൽ അമ്മയുടെ അച്ഛനെയൊക്കെ ചെരുപ്പ് അവിടെ കിടക്കണേ അവർ പോയി കാലിലേക്ക് ഇട്ടു നോക്കുന്നത്, ഇതൊക്കെ അവര് സ്വയം അത് ചെയ്യുന്നത്. ഇത് എന്റേതാണെന്നോ അല്ലെങ്കിൽ വേറെ ആളുടെയാണോ ഇടാൻ പാടില്ല എന്നുള്ളതോ ഒന്നുമല്ല. കുട്ടികൾ അതൊക്കെ ഉപയോഗിച്ച് നോക്കുന്നു. അവിടെ കിടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുന്നു. രണ്ടാമത്തേത് ഐക്കോണിക് ആണ്. അവിടെ കുട്ടികൾക്ക് ഓഡിയോ വിഷ്വൽ ഇമേജസ്, അവർക്ക് കിട്ടിയിരിക്കുന്ന ചില ഇൻഫോർമേഷൻസ് ഒക്കെ അവര് മനസ്സിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഉപയോഗിച്ച് ചില വേർഡ് കേൾക്കുമ്പോൾ അത് ഇന്നതാണ്. പന്ത്, അപ്പൊ പന്തിന്റെ രൂപം അവർക്ക് മനസ്സിൽ തെളിയുന്നു. പൂച്ച, പട്ടി എന്ന് കേൾക്കുമ്പോ ഡോഗ് ഈസ് ആൻ ആനിമൽ, അതൊരു മൃഗമാണ് എന്നുള്ള മനസ്സിലാക്കാനുള്ള ഒരു കഴിവിലേക്കാണ് സെക്കൻഡ് സ്റ്റേജ് ആയിട്ടുള്ള ഐക്കോണിക് സ്റ്റേജിലേക്ക് കുട്ടികൾ എത്തുമ്പോൾ ആകുന്നത്. അവിടെ കുട്ടികൾ ഒരു പ്രിസണറാണ്. ബിക്കോസ് അവര് സ്വന്തമായിട്ട് എന്ത് ചെയ്യുന്നില്ല, ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഗ്രഹിച്ചോ എക്സ്പീരിയൻസ് ചെയ്തിട്ടോ അല്ല അതൊക്കെ പഠിച്ചെടുത്തത്. പക്ഷെ അത് മറ്റുള്ളവർ അവരിലേക്ക് പകർന്നു കൊടുത്ത, അടിച്ചേൽപ്പിച്ച പോലെയുള്ള ഇൻഫോർമേഷൻസ് ആണ്. അതുകൊണ്ടാണ് പ്രിസണർ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. സിംബോളിക് സ്റ്റേജില് വിഷ്വൽ, ഓഡിയോ എല്ലാം, അതിന് പുറമെ അബ്സ്ട്രാക്ട് ആയിട്ടുള്ള ചില ടേംസ്, അതുപോലെ തന്നെ സിംബൽസ്, സൈനുകളൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു രീതിയിലേക്ക് വളരുന്നു. മനസ്സിലായോ? 3 സ്റ്റേജസ് മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? മൂന്നാമത്തെ സിംബോളിക് സ്റ്റേജും പറഞ്ഞു തരുവോ? ഏതാടാ ഐക്കോണിക് സ്റ്റേജ്? ഐക്കോണിക് സ്റ്റേജ് ഒന്ന് പറഞ്ഞു തരുവോ? ഇത് കട്ടായി പോയോ? ഒരു കോള് വന്നായിരുന്നു. ഐക്കോണിക് സ്റ്റേജില് നമ്മള് കുട്ടികളെ ഈ ആദ്യത്തെ സ്റ്റേജിൽ, ഇനാക്റ്റീവ് സ്റ്റേജില് കുട്ടികളുടെ മുമ്പിൽ ചില കാര്യങ്ങളൊക്കെ അവരുടെ മുൻപിലേക്ക് കടന്നു പോകുന്നത്. പട്ടിയെ കാണിച്ചു കൊടുക്കും, നമ്മൾ പട്ടി എന്ന് പറയും. ഇത് പന്ത് കാണിച്ചു കൊടുക്കുക, അത് പന്താന്ന് പറയും. ഇത് ബുക്ക് കാണിച്ചു കൊടുക്കും, ബുക്ക് എന്നൊക്കെ പറഞ്ഞൊക്കെ നമ്മൾ കൊടുക്കും ഫസ്റ്റ് സ്റ്റേജിലൊക്കെ. പക്ഷെ ആ സമയത്ത് അവരുടെ മനസ്സിലേക്ക് ഇതൊക്കെ ഇവരിങ്ങനെ കാണുമ്പോ ഉള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് മാത്രം അവർക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അവര് പല കാര്യങ്ങളും ചെയ്യുന്നത് അവര് സ്വയമായിട്ട് മനസ്സിലാക്കി എടുത്ത കാര്യങ്ങൾ, തൊട്ടും പിടിച്ചൊക്കെ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഇനാക്റ്റീവ് സ്റ്റേജിൽ അവരുടെ മുമ്പിലുള്ളത്. അതേസമയം ഈ സെക്കൻഡ് സ്റ്റേജ് ആയിട്ടുള്ള ഐക്കോണിക് സ്റ്റേജിൽ വരുമ്പോ ഒരു വേർഡ് കേൾക്കുമ്പോ, ഒരു പദം, എന്തെങ്കിലും ഒരു തിങ്സിന്റെയോ അല്ലെങ്കിൽ കാര്യങ്ങളോ കേൾക്കുമ്പോ ആ വസ്തു എന്താണെന്ന് അവരുടെ മനസ്സിൽ ഒരു പിക്ചർ, ഒരു രൂപം അവർക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു.
അതാണ് സെക്കൻഡ് സ്റ്റേജ്. ഇപ്പൊ ഒരു പന്ത് എന്ന് കേൾക്കുമ്പോ പന്താണ്, ഉരുണ്ടു പോകുന്ന സാധനമാണ്. കണ്ടോ, കുട്ടികളുടെ മനസ്സിലേക്ക് അപ്പൊ തന്നെ പന്തിന്റെ ഒരു രൂപം തെളിയുന്നു. പന്ത് കാണിക്കണ്ട, അല്ലാണ്ട് തന്നെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജ്. അതാണ് ഐക്കോണിക് സ്റ്റേജ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? താങ്ക് യു മാം. യെസ്, ഓക്കെ. അടുത്തത് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ആണ്. എന്താ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ? ബുദ്ധിപരമായിട്ടുള്ള വികാസമാണ്. ഇവിടെ വീണ്ടും മറ്റൊരു എന്താ പറയാ സൈക്കോളജിസ്റ്റ് എന്ന് പറയാം നമുക്ക്, പിയാഷെ. അദ്ദേഹം എന്താ പറയാ നമ്മുടെ കുട്ടികളുടെ കുറെ ചൈൽഡ്ഹുഡ് ആയിട്ടുള്ള കുറെ ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് ഒക്കെ മനസ്സിലാക്കി കുട്ടികളിൽ ഉണ്ടാകുന്ന ചില കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹവും കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് എന്നാ പറയുന്നത്. കുട്ടികള് ബുദ്ധിപരമായ വളർച്ചയുടെ ആ സ്റ്റേജ്, ഇന്റലക്ച്വൽ സ്റ്റേജിൽ ദേ ബിഗാൻ ടു തിങ്ക് ലോജിക്കലി. പല കാര്യങ്ങളും കുട്ടികൾ യുക്തിപരമായിട്ട് ചിന്തിക്കാൻ തുടങ്ങുന്നു. പക്ഷേ ഈ യുക്തിപരമായിട്ട് ചിന്തിക്കാൻ തുടങ്ങുമ്പോഴും they are not aware of some abstract terms. നേരത്തെ പറഞ്ഞ പോലെ അബ്സ്ട്രാക്ട് ടേംസ് ഒന്നും അവർക്ക് അതിനെ കുറിച്ചൊക്കെ ചിന്തിക്കാനുള്ള വൈഭവം ആയിട്ടില്ല. മനസ്സിലായോ? പല കാര്യങ്ങളും ചിന്തിക്കാനായിട്ട് യുക്തിപരമായിട്ട് ചിന്തിക്കാൻ തുടങ്ങുകയെങ്കിലും ഈ പറയുന്ന അബ്സ്ട്രാക്ട് ടേംസ്, അതായത് അവരുടെ മുന്നിൽ അവർക്കൊരു രൂപമില്ലാത്ത വസ്തുക്കളെ കുറിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ജ്ഞാനം, അതുപോലെ തന്നെ സത്യസന്ധത, അല്ലെ, അതുപോലെ ട്രൂത്ത്ഫുൾനെസ്, അതുപോലെ സിൻസിയറിറ്റി, ഇങ്ങനെയൊക്കെയുള്ള കുറെ ടേംസ് ഒക്കെ ഉണ്ട്. അങ്ങനത്തെ ടേംസ് ഒന്നും അവർക്ക് മനസ്സിലാകുന്നില്ല എങ്കിലും ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യാനുള്ള ഒരു രീതിയിലേക്ക് കുട്ടികളുടെ ബുദ്ധിപരമായ വളർച്ച മാറുന്നു എന്നാണ് പിയാഷെ പറയുന്നത്. പിയാഷെ എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത് PIAGE. മീൻസ് അക്കോർഡിംഗ് ടു ഹിം. പിയാഷെന്റെ അഭിപ്രായത്തില് കുട്ടികള് എന്താ പറയാ വീണ്ടും അവരുടെ ചൈൽഡ്ഹുഡ് മാറി കുറച്ചും കൂടിയൊക്കെ ഡെവലപ്മെന്റ് സ്റ്റേജിലേക്കൊക്കെ വരുമ്പോ they began to think logically. അവർ എന്ത് ചെയ്യാൻ തുടങ്ങുന്നു? ലോജിക്കലായിട്ട്, യുക്തിപരമായിട്ട് ചിന്തിക്കാൻ തുടങ്ങുന്നു. ഈ സമയത്ത് അവർക്ക് ഉണ്ടാകുന്ന ചില കഴിവുകളിലുള്ള മാറ്റങ്ങളാണ് ഡെവലപ്പ് പവേഴ്സ് ഓഫ് ഒബ്സർവേഷൻ. എന്ത് ചെയ്യും? പല കാര്യങ്ങളെയും നിരീക്ഷിക്കാൻ തുടങ്ങും കുട്ടികൾ. മനസ്സിലായോ? ബുദ്ധിപരമായ വളർച്ച ആ ചൈൽഡ്ഹുഡിൽ നിന്ന് കുറച്ചും കൂടി അങ്ങോട്ട് മാറി, ശൈശവത്തിൽ നിന്ന് കുട്ടികൾ കുറച്ചും കൂടി എന്തെങ്കിലും മാറി ഒരു ഇത്തിരി കൂടി വികാസം പ്രാപിക്കുമ്പോൾ കുട്ടികൾ പല കാര്യങ്ങളെയും എന്താ പറയാ ഒബ്സർവ് ചെയ്യാനായിട്ട്, നിരീക്ഷിക്കാനുള്ള ഒരു പവർ, ശക്തി അവർക്ക് ഉണ്ടാകുന്നു. മാത്രമല്ല ശ്രദ്ധിച്ചിരിക്കാൻ, അതുപോലെ അതാണ് ശ്രദ്ധ, അറ്റൻഷൻ. പിന്നെ റീസണിങ് അതിന്റെ കാരണങ്ങൾ, ഇതിന്റെയൊക്കെ എന്തെങ്കിലും റീസൺസ് ഉണ്ടെങ്കിൽ അതൊക്കെ അവർക്ക് എന്താ പറയാ അതിന്റെ റീസൺ കണ്ടെത്താൻ പറ്റുന്നു. അതുപോലെ തന്നെ അബ്സ്ട്രാക്ട് തിങ്കിങ്, അല്ലെ, പല ടേംസിനെ കുറിച്ചിട്ട് അവനെ കുറിച്ചിട്ട് ചിന്തിക്കാൻ തുടങ്ങും. എന്താണ് ഇത്? അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യുന്നത് അവരുടെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിലാണ്. ഏത് ഡെവലപ്മെന്റിലാണ്? ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്, ബുദ്ധിപരമായിട്ടുള്ള വളർച്ചയിലാണ്. അന്നേരം ഇവർക്ക് they have the power to focus more than one aspect. ഇപ്പൊ എന്താ പറയാ കൂടുതൽ കാര്യങ്ങളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ കൂടുതൽ ആസ്പെക്ട്സിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നു, അല്ലെ. അവരുടെ ചുറ്റുമുള്ള യൂണിവേഴ്സ് എന്ന് വെച്ചാൽ അവരുടെ പ്രപഞ്ചത്തിൽ, അവരുടെ യൂണിവേഴ്സിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നു. അതുകൊണ്ടാണ് നമുക്കറിയാം ഈ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് വളർന്നു വരുമ്പോൾ, ദാറ്റ് മീൻസ് കൊച്ചുകുട്ടികള് കുഞ്ഞു ക്ലാസ്സിൽ നമുക്ക് അവർക്ക് ചിലപ്പോ 2 ബുക്ക് ചിലപ്പോ എന്തെങ്കിലും പടങ്ങൾ കാണിച്ചിട്ട് ആ പടങ്ങളൊന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കുക. ആ എന്ന് എഴുതി അത് അമ്മയെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ആ അക്ഷരം. എന്നിട്ട് ഒരു അമ്മയുടെ പടം കൊടുക്കുന്നു, അല്ലെ. ആ എന്ന് പറയുന്ന അക്ഷരം കൊടുത്തിട്ട് ആനയുടെ പടം കൊടുക്കുന്നു. അവിടെ നമ്മൾ പിക്ചറും ആ അക്ഷരങ്ങളും തമ്മിൽ കുട്ടികളെ കണക്ട് ചെയ്യിപ്പിക്കാനാണ് നോക്കുന്നത്. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് കുറച്ചും കൂടി വളർന്ന് ബുദ്ധിപരമായിട്ടുള്ള വളർച്ച കൂടുമ്പോൾ അതനുസരിച്ച് കൂടുതൽ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് കുട്ടികൾക്ക് കൂടുതൽ ക്ലാസ്സുകളിലേക്ക് വലുതായി വരുമ്പോൾ സബ്ജക്റ്റുകളുടെ എണ്ണവും കൂടി വരുന്നത്. കാരണം എന്താ? അവർക്കത് മാത്രമല്ല, അവർക്ക് ലാംഗ്വേജ് മാത്രമല്ല, കൂടുതൽ നമ്മളുടെ ചുറ്റും പ്രപഞ്ചത്തിൽ നടക്കുന്ന പല കാര്യങ്ങളെയും മനസ്സിലാക്കാനും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും കാര്യകാരണ സഹിതം കാര്യങ്ങളെ വ്യക്തതയോടെ മനസ്സിലാക്കാനുള്ള കഴിവ് കുട്ടികളിൽ വളർന്നു, അല്ലെ. അപ്പൊ ആ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഉണ്ടായി എന്ന് മനസ്സിലാക്കി. അപ്പൊ എന്ത് ചെയ്തു? 2ാം ക്ലാസ്സിൽ വരുമ്പോ ഇത്ര സബ്ജക്ട്സ്, 3ലാകുമ്പോ ഇത്ര സബ്ജക്ട്സ്, 4ലാകുമ്പോ അതുപോലെ UP സെക്ഷനിലേക്ക് കടന്നു കഴിയുമ്പോൾ അതിൻ്റെതായ സബ്ജക്ട്സിന്റെ എണ്ണം കൂടുന്നു, അല്ലെ. അത് കഴിഞ്ഞ് UP കഴിഞ്ഞു, അത് കഴിഞ്ഞ് ഹൈസ്കൂളിലേക്ക് വരുമ്പോ അങ്ങനെ ആണല്ലോ, അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് ആ കൂടുതൽ കാര്യങ്ങൾ, സയൻസ് വിഷയങ്ങൾ വരുന്നു, സോഷ്യൽ വിഷയങ്ങൾ വരുന്നു. ഇതൊക്കെ അവർക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാനൊക്കെ also they can experience whatever it is occurring in their own universe. എന്തൊക്കെയാണ് നമ്മുടെ യൂണിവേഴ്സിൽ നടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് പതുക്കെ ചിന്തിക്കാനൊക്കെ കുട്ടികൾ തുടങ്ങുന്നു, അല്ലെ.
അതാണ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ക്ലിയർ ആയോ? ക്ലിയർ ആയി മാം. ഓക്കെ, യെസ്. അപ്പൊ നമുക്കൊന്ന് വായിക്കാം. രേഷ്മ ഒന്ന് വായിക്കാമോ? രേഷ്മ Intellectual development. During later childhood, children enter into the concrete operational stage of creative development. They begin to think logically but are unable to think in abstract terms. Children develop power of observation, attention, reasoning, and abstract thinking. They can focus on more than one aspect of a situation and can universally experience what happens around them. ഓക്കെ, അവിടെ നമുക്ക് ആ പിയാഷെ ഒന്ന് പ്രൊനൗൺസ് ചെയ്യുന്നത് ഒന്ന് എഴുതി വെച്ചേക്കാം കേട്ടാ എല്ലാവരും. എഴുതിയേക്കുന്നത് അങ്ങനെയാണെങ്കിലും നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് അങ്ങനെയാണേ. പിയാഷെ. ഓക്കെ, അപ്പൊ ഈ ഒരു പീരീഡില്, ഡ്യൂറിംഗ് ദിസ് പീരീഡ്, വാട്ട് ഓൾ മേജർ ഡെവലപ്മെന്റ് ചേഞ്ചസ് ആർ ഒക്കറിംഗ് ഇൻ എ ചൈൽഡ്. അപ്പൊ കുട്ടികളില് ഈ ഒരു സമയത്ത്, ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിന്റെ സമയത്ത് കുട്ടികളില് എന്തൊക്കെ മേജർ ആയിട്ടുള്ള ഡെവലപ്മെന്റ് ചേഞ്ചസ് ആണ് ഉണ്ടാകുന്നതെന്ന് നമുക്കിവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിന്റെ പീരീഡില് കോഗ്നിറ്റീവ് ആയിട്ടുള്ള എന്താ പറയാ ബുദ്ധിപരമായിട്ടുള്ള വളർച്ചയില് കുട്ടികളിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നതെന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കുറച്ചുകൂടി നമുക്ക് വ്യക്തത തരുന്ന കാര്യങ്ങളാണ് പോയിന്റ് ആയിട്ട് തന്നിരിക്കുന്നത്. സോ ലെറ്റ്സ് സീ. ഒന്നാമത്തേത്, ഓക്കെ, ഡ്യൂറിംഗ് ദ ബേസിക് സ്കൂൾ പീരീഡ് the child's ability to consume information and accumulate ideas increases and its memory becomes more efficient. എന്ത് ചെയ്യുന്നു? അതായത് കുട്ടികളുടെ അടിസ്ഥാനപരമായിട്ടുള്ള എന്താ പറയാ സ്കൂൾ സമയം എന്ന് വെച്ചാൽ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും അടിസ്ഥാനത്തിൽ നമുക്ക് കിട്ടുന്നതാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഏത് കാലം എത്ര വലിയ വലിയ ക്ലാസ്സുകളിലേക്ക് പോയാലേ നമ്മൾ അതിന്റെ ബേസിക് കാര്യം പഠിച്ചിട്ടാണ് ഏറ്റവും മുകളിലേക്ക് പോകുക എന്നുള്ളത് നമ്മൾ അറിയണം, അല്ലെ? ഇപ്പൊ ഇഫ് യു ഡോണ്ട് നോ ഹൗ ടു റീഡ് ഓർ റൈറ്റ്, എഴുതാനോ അറിയില്ല വായിക്കാനോ ഒന്നും അറിയാൻ പാടില്ല, നമ്മൾ മുകളിലെ ക്ലാസ്സിലേക്ക് പോകാൻ പറ്റുമോ? ഒരു രക്ഷയില്ല. ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ടത് കുട്ടികൾക്ക് എഴുതാനും വായിക്കാനും അറിയാനുള്ള ഒരു കഴിവാണ്. സോ ഇറ്റ് ഈസ് obtained at the early stage of education. അത് എവിടെ നിന്ന് കിട്ടുന്നത്? നമുക്ക് എവിടെ നിന്ന് കിട്ടുന്ന? വിദ്യാഭ്യാസത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിലാണ്. ലൈക്ക് LKG, KG സെക്ഷൻ, അല്ലെ, കിൻഡർ ഗാർഡൻ സെക്ഷൻ തുടങ്ങിയാണ് നമ്മൾ അതൊന്നും പഠിക്കുന്നത്. ആദ്യം പറഞ്ഞു പഠിക്കുന്നു, പിന്നീട് നമ്മളെ കൊണ്ട് എഴുതി പഠിപ്പിക്കുന്നു. ആ പഠിച്ചതൊന്നും നമ്മൾ ഇപ്പോഴും മറന്നിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതേസമയം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പഠിച്ച ഏതെങ്കിലും ഒരു കോഴ്സിലെ ഏതെങ്കിലും ഒരു ഭാഗം ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളൊന്ന് പതറില്ലേ? ഇല്ലേ? നമ്മൾ ഏത് സമയത്ത് പഠിച്ചതാ, ഏത് ഏജിൽ പഠിച്ചതാ, ഇപ്പൊ നമ്മളുടെ ഏജ് എന്താണെന്നും നമ്മൾ ഏത് ഏജിലാണ് 3.5 years അല്ലെങ്കിൽ 4 വയസ്സ്, എന്തെങ്കിലും പോട്ടെ, അല്ലെങ്കിൽ 5 വയസ്സ്, എന്തൊക്കെ ആവട്ടെ, അവിടെ പഠിച്ച ABCD നമ്മൾ മറന്നിട്ടില്ല. ഈ ഊഹൊന്നും നമ്മൾ മറന്നിട്ടില്ല, അല്ലെ? അത് വെച്ച് നമ്മൾ കുഞ്ഞു കുഞ്ഞു വേർഡ്സ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഇപ്പോഴും നമ്മൾ എഴുതും. 1 മുതൽ ഇത്ര വരെയൊക്കെ എഴുതാൻ പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ എഴുതും. അതേസമയം ഈ ലാസ്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ച് ഇറങ്ങിയ ഏതെങ്കിലും ഒരു കോഴ്സ്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ കൊമേഴ്സ് പഠിച്ചവരാണ്, അതിൽ നമ്മളോട് ഒരു പ്രോബ്ലം കിട്ടുന്നിട്ട് അതൊന്ന് സോൾവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരിയൊക്കെ നമ്മൾ ഒന്ന് പകരം ചിലപ്പോ, അതായത് ഇപ്പൊ ഒരു കൊല്ലായി അല്ലെങ്കിൽ 2 കൊല്ലായവര് അത് ചെയ്തിട്ട് അയ്യോ എന്തായിരുന്നു നമ്മൾ ആലോചിക്കേണ്ടി വരും, ചിന്തിക്കേണ്ടി വരും. പക്ഷെ മറ്റേത് നമ്മൾ അന്ന് പഠിച്ചതാ, എത്ര വർഷം പിന്നിട്ടു, പക്ഷെ ഇപ്പോൾ നമ്മളത് മറന്നിട്ടുണ്ടാവില്ല. ബിക്കോസ് നമ്മൾ ഏറ്റവും ചെറുതിലെ പഠിക്കുന്ന കാര്യങ്ങൾ അതാണ് നമ്മുടെ അടിസ്ഥാനമാണ്. ആ അടിസ്ഥാനത്തിൽ പഠിച്ച കാര്യങ്ങൾ അവിടെ നമ്മൾ കളക്ട് ചെയ്ത നമ്മൾക്ക് നേടിത്തന്ന കുറെ അറിവുകൾ അതായിരിക്കും അവിടെ തന്നെ ഇതായിരിക്കും. അപ്പൊ ബേസിക് സ്കൂൾ പീരീഡില് ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? ചൈൽഡ്സ് എബിലിറ്റി ടു കൺസ്യൂം ഇൻഫോർമേഷൻ. കുട്ടികൾക്ക് ഇതുപോലെയുള്ള പല ഇൻഫോർമേഷൻസും പല ഐഡിയാസും അവര് ശേഖരിക്കുന്ന ഐഡിയകള് അവരുടെ കയ്യിലുള്ള കുറെ ഇൻഫോർമേഷൻസ് അവര് ഇങ്ങനെ ഉപയോഗിക്കും. ആൻഡ് ഓൾസോ അവരുടെ മെമ്മറി പവർ കൂടുതൽ കാര്യക്ഷമമാകും. ഈ ഒരു സ്റ്റേജിലാണ്, ഏത് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിന്റെ സ്റ്റേജിലാണ് കുട്ടികൾക്ക് അവരുടെ മെമ്മറി ഷാർപ്പാകുന്നത്. ഓർമ്മശക്തി, ആ ഓർമ്മശക്തി അന്ന് അവിടെ നമുക്ക് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇപ്പോഴും അന്ന് പഠിച്ച കാര്യങ്ങൾ ഇപ്പോഴും നമ്മൾ മറന്നിട്ടില്ല.
ബിക്കോസ് അതാണ് നമ്മൾ ആദ്യം പഠിച്ചത്. അതിനുശേഷമാണ് നമ്മൾ വേർഡ്സ് ഉണ്ടാക്കാൻ പഠിച്ചതും സെന്റൻസ് ഉണ്ടാക്കാൻ പഠിച്ചതും സെന്റൻസുകളൊക്കെ വലിയ വലിയ പാരഗ്രാഫുകളായിട്ടും 2-3 പേജുകളുള്ള എസ്സേസ് എഴുതിയൊക്കെ നമ്മൾ ഇത്രയും വലിയ ആൾക്കാരായിട്ട് എന്താ പറയാ ഓരോ ഡിഗ്രികളൊക്കെ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. പക്ഷെ അതിന്റെയൊക്കെ ആ ഒരു എന്താ പറയാ ഇനീഷ്യൽ സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ ബേസിക് സ്കൂൾ പീരീഡിലെ കാര്യങ്ങളാണ് അല്ലെ. ആ ഒരു ഇൻഫോർമേഷൻസ് ഒക്കെ നമ്മൾ ശേഖരിച്ചത് അന്നാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ ആർജിച്ചെടുത്ത പല കാര്യങ്ങളും അത് അന്നത്തെ മെമ്മറി നമുക്ക് അത്രയും എഫിഷ്യന്റ് ആയിരുന്നത് കൊണ്ടാണ് ഇപ്പോഴും നമ്മൾ മറക്കാത്തെ. അതേസമയം കുറെ കഴിയുമ്പോൾ നമ്മൾ ചുറ്റുമുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ എൻവയോൺമെന്റിലേക്ക് കൂടുതൽ ലയിക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ മെമ്മറിയിലേക്ക് കയറുന്നു. അപ്പൊ എന്ത് പറ്റും, കൂടുതൽ സ്റ്റോറേജ് ആവശ്യമായിട്ട് വരും നമ്മുടെ മെമ്മറിക്ക് അല്ലെ. അപ്പൊ പല കാര്യങ്ങളും നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോ ഇപ്പൊ ഏറ്റവും കുറച്ച് ദിവസം മുമ്പ് കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യമാണെങ്കിലും ചിലപ്പോൾ നമ്മുടെ കൈക്കുള്ളിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ടാവും. ദാറ്റ് മീൻസ് അക്കോർഡിംഗ് ടു ഏജ്, പ്രായം കൂടുന്നതനുസരിച്ച്. അപ്പൊ അന്നത്തെ സമയം എന്ന് പറയുന്നത് ആദ്യമായിട്ട് കുട്ടികൾ ബേസിക് ആയിട്ടുള്ള സ്കൂൾ കാര്യങ്ങൾ ഇൻഫോർമേഷൻസ് കിട്ടാൻ വേണ്ടി പോകുന്ന സമയത്തല്ലേ. അപ്പൊ അവർക്ക് കിട്ടുന്ന എല്ലാ ഇൻഫോർമേഷൻസും എല്ലാം അവർക്ക് എന്താ പറയാ അവരുടേതായിട്ട് അവർ ശേഖരിക്കാനും അവരുടെ മെമ്മറി കൂടുതൽ എഫിഷ്യന്റ് ആക്കാനും പറ്റുന്ന ഒരു കാലഘട്ടമാണ് ബേസിക് സ്കൂൾ പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് അടുത്തത് ഹിസ് കപ്പാസിറ്റി ടു ജനറലൈസ് ആസ് വെൽ ആസ് എബിലിറ്റി ഫോർ ലോജിക്കൽ തിങ്കിങ് ഇൻക്രീസസ്. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നേരത്തെ പോയിന്റിൽ നിന്നാണ് ഇതെല്ലാം വരുന്നത്. ഓക്കെ. നേരത്തെ ആ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഉള്ള കാര്യങ്ങളാണ്. കൂടുതൽ യുക്തിപരമായി ചിന്തിക്കാനുള്ള കഴിവും അതുപോലെ തന്നെ എന്താ പറയാ ഒരു കുറെ സാമാന്യമായിട്ടുള്ള നടത്തുന്ന ജനറൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്. സൗണ്ട് വരുന്നത്. യെസ്. അപ്പൊ പല കാര്യങ്ങളും കോമൺ ആയിട്ട് നടക്കുന്ന ജനറൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും യുക്തിപരമായിട്ട് ചിന്തിക്കാനുമുള്ള ഒരു കഴിവും ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിലൂടെയാണ് കുട്ടികൾ ആർജിക്കുന്നത് കേട്ടോ. അപ്പൊ കപ്പാസിറ്റി ടു ജനറലൈസ് ആസ് വെൽ ആസ് ദ എബിലിറ്റി ഫോർ ലോജിക്കൽ തിങ്കിങ് ഇൻക്രീസസ്, വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ. ദെൻ അടുത്തത് എന്താ, ദ ചൈൽഡ് ബിക്കംസ് മോർ ഇഫക്റ്റീവ്, ഇനി എഫിഷ്യന്റ്. ഈ പല കാര്യങ്ങളും കുട്ടികളില്ലേ മെറ്റീരിയൽ ആയിട്ടുള്ള ഒബ്ജക്ട്സ് ഇല്ലേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭൗതികമായിട്ടുള്ള ചില വസ്തുക്കള് കാണുമ്പോ ആ വസ്തുക്കളെ എങ്ങനെയാണ് അതിൽ നിന്ന് എന്ത് സെലക്ട് ചെയ്യണം, സെലക്ഷൻ പവർ കുട്ടികളിൽ വരുന്നത് ഈ ഒരു ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിന്റെ ഒരു ഭാഗമാണ്. എന്ന് വെച്ചാൽ കുറെ കാര്യങ്ങൾ കാണുമ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ മെറ്റീരിയൽ ഒബ്ജക്ട്സ് ആണ് എന്ന് വെച്ചാൽ വസ്തുക്കൾ കാണാൻ പറ്റുന്ന വസ്തുക്കളൊക്കെ അതിൽ നിന്ന് സെലക്ഷൻസ് നടത്താനായിട്ട്, അതുപോലെ തന്നെ അവരുടേതായിട്ടുള്ള ആ ഒരു സെലക്ഷൻ നടത്താൻ അത് ഡെവലപ്പ് ചെയ്യാൻ ഒരു മെറ്റീരിയൽ ഒബ്ജക്റ്റ് കാണുമ്പോൾ അത് എങ്ങനെയുള്ളതാണ്, അത് എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്, അങ്ങനെയുള്ള പല കാര്യങ്ങളും. പിന്നെ മാത്രമല്ല അവരുടെ കോഗ്നിറ്റീവ് ഓപ്പറേഷൻസ്, അവരുടെ ബുദ്ധിപരമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ അപ്ലൈ ചെയ്യണം ആ ഒരു വസ്തുവിൽ എന്നുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾ കൂടുതൽ എഫിഷ്യന്റ് ആകുന്നതും ഈ ഒരു ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ ചൈൽഡ് ബിക്കംസ് മോർ എഫിഷ്യന്റ് ഇൻ സെലക്ടിങ്, ഡെവലപ്പിംഗ് ആൻഡ് അപ്ലൈയിങ് കോഗ്നിറ്റീവ് ഓപ്പറേഷൻസ്. തങ്ങളുടെ ബുദ്ധിപരമായിട്ടുള്ള പ്രവർത്തനങ്ങളെ എങ്ങനെ സെലക്ട് ചെയ്യാം, ഏത് രീതിയിലാണ് ഞാൻ പ്രവർത്തിക്കട്ടെ, അത് എന്ത് മെറ്റീരിയൽ ഒബ്ജക്റ്റ് കാണുമ്പോഴും എന്ത് വസ്തുക്കളെ കാണുമ്പോഴും അത് ഉപയോഗിച്ച് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അത് വെച്ച് ഞാൻ എങ്ങനെയാണ് എന്റെ ബുദ്ധിപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്യേണ്ടത് എന്നുള്ള ആ സെലക്ഷൻസ് ഒക്കെ കുട്ടികളിൽ എഫിഷ്യന്റ് ആയിട്ട് വരുന്നത് ഈ ഒരു സമയത്താണ്. ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിന്റെ കാര്യമാണ്. ആൻഡ് അറ്റ് ദിസ് സ്റ്റേജ്, ഈ പറയുന്ന ഒരു കാലഘട്ടത്തില് സ്കൂളിൽ പോകാൻ തുടങ്ങുന്ന കാലഘട്ടത്തില് ചൈൽഡ് tends to live in the world of belief which he himself is the creator. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ, കുട്ടികള് സ്വയം ഉണ്ടാക്കിയെടുത്ത ഒരു ലോകം എന്ന് വെച്ചാൽ അത് അറിയില്ല. കുട്ടികൾ അവരുടേതായ ലോകത്താണ്, അവർ സ്വന്തമായി സൃഷ്ടിച്ചെടുത്ത ചില വിശ്വാസങ്ങളിലേക്ക് ഒതുങ്ങാനായിട്ട് അവരുടെ ഈ ലോകത്തുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ അവര് തന്നെ സ്വന്തമായിട്ട് സൃഷ്ടിച്ചെടുത്ത ചില വിശ്വാസങ്ങൾ, ആ ഒരു വിശ്വാസത്തിൽ ജീവിക്കാനോ കുട്ടികള് താല്പര്യപ്പെടുന്നത്. നമ്മൾ പറയില്ലേ സ്കൂളിൽ പോകുന്ന കാലഘട്ടം, അത് സ്കൂളിന്റെ തുടക്കം തുടങ്ങി ഒരു എന്താ പറയാ അവരുടെ ബുദ്ധിപരമായിട്ടുള്ള വളർച്ചകൾ വളർന്നു വരുമ്പോ തനിക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെ മാത്രം അവൻ കാണുന്നുള്ളൂ. അതില് അവൻ സ്വന്തമായിട്ട് പല കാര്യങ്ങളെയും എന്ത് ചെയ്യും തീരുമാനിച്ച് അവൻ തന്നെ ചില വിശ്വാസങ്ങൾ ഇങ്ങനെ ആർജിച്ചെടുക്കും അതിൽ നിന്ന്. എന്നിട്ട് ആ ഒരു വിശ്വാസത്തിലൂടെ എന്താ പറയാ ലോകം അങ്ങനെയാണ് എന്നവൻ സ്വന്തമായിട്ട് അങ്ങോട്ട് മനസ്സിലാക്കി വയ്ക്കും, അങ്ങനെ ജീവിക്കും. അതേസമയം അത് മുതിർന്നവരുമായിട്ട് എന്താ പറയാ ഷെയർ ചെയ്താല് നമുക്കറിയാം ചിലപ്പോ ആ തിങ്കിങ്ങിൽ വ്യത്യാസം വരും, ആ ചിന്തയിൽ മാറ്റം വരും.
അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ കുട്ടികളിൽ നിന്ന് പല കാര്യങ്ങളും നമ്മൾ അങ്ങോട്ടേക്ക് ഷെയർ ചെയ്യാനും അവരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാനും ഒക്കെ നമ്മൾ ശ്രമിക്കണം. കാരണം അവര് കുറെ കാര്യങ്ങളൊക്കെ ചിന്തിച്ചു കൂട്ടി വെച്ചിട്ടുണ്ടാവും. ആൻഡ് എന്താ പറയാ, അത് എത്രത്തോളം വെദർ ഇറ്റ് ഈസ് കറക്റ്റ് ഓർ നോട്ട് അത് നമുക്കറിയില്ല. അവർ ചിന്തിച്ച കാര്യങ്ങൾ ശരിയാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം അവര് ചിന്തിച്ചിട്ടാണ് ഇങ്ങനെ, അവർ സ്വന്തമായിട്ട് സൃഷ്ടിച്ച കാര്യങ്ങൾ അതെങ്ങനെയാണെന്ന് അവൻ ചിന്തിച്ച് അതിൽ ജീവിക്കാനാണ് അവൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ. അപ്പൊ സ്വന്തം വഴിയെ നടക്കുക. പക്ഷെ അവിടെ നമ്മൾ എന്തെങ്കിലും തരത്തില് എന്തെങ്കിലും പോരായ്മകള് കുട്ടിയിൽ തെറ്റുകളോ കാണുന്നുണ്ടെങ്കിൽ അവിടെ തിരുത്താൻ ആര് മുതിർന്നവർ, അതായത് നമ്മൾ ടീച്ചേഴ്സ് ആയിക്കോട്ടെ, പേരൻസ് ആയിക്കോട്ടെ, എൽഡേഴ്സ് ഓഫ് എനിവൺ, ഏതെങ്കിലും എൽഡേഴ്സ് അവരുടേതായ ബന്ധത്തിൽപ്പെട്ടവരോ ഒക്കെ സ്വയം പ്രായക്കാരെ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ കുട്ടികൾ ചില ഈ പ്രായത്തിലൊക്കെ കുറച്ച് അവിടെ ആയി കഴിയുമ്പോൾ കൗമാരപ്രായത്തിലേക്ക് എത്തുമ്പോഴേക്കും കുട്ടികൾ പല പല കാര്യങ്ങളും അവർക്ക് ചുറ്റുമുള്ളവരിൽ നിന്ന് കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യുക, ചില പ്രണയത്തിൽ പെടുക, അതും ഇതൊക്കെ. എന്നിട്ട് അവർ ഷെയർ ചെയ്യുന്നത് അവരുടെ തന്നെ ഏജ് ഗ്രൂപ്പിലുള്ള അവരുടെ കൂട്ടുകാരികളോടാണ്, അല്ലെ? അപ്പൊ അതിൽ നിന്നുണ്ടാകുന്ന പെർഫെക്റ്റ് എന്താന്ന് പറയാമോ, തന്റെ സ്വന്തം ഏജ് ഗ്രൂപ്പിൽപ്പെട്ട ആളുകളോട് ഷെയർ ചെയ്യുമ്പോൾ അവരും അതേ രീതിയിൽ തന്നെ ചിന്തിക്കുന്നുള്ളൂ. അസമയം ഇങ്ങനെ ഒരു കാര്യമുണ്ട്, അത് എന്നോട് അങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ അവൻ ഇങ്ങനെ പറഞ്ഞു എന്ന് നമ്മളുടെ മുതിർന്നവരോടാണ് പറയുന്നതെങ്കിൽ ചിലപ്പോൾ അതിന് വേറെ രീതിയിലുള്ള സൊല്യൂഷൻ ആയിരിക്കും മുതിർന്നവർ കൊടുക്കുക. അതേസമയം അവരുടെ തന്നെ ഏജിൽപ്പെട്ടവരാണ് പറയുന്നതെങ്കിലോ അവരും അതേ രീതിയിലേ ചിന്തിക്കുള്ളൂ. അവർ പറയും, ചിലപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, അത് അങ്ങനെയാണ്, ശരി, അങ്ങനെയൊക്കെ ഉണ്ട്, നടക്കും, നീ എന്ത് പറഞ്ഞു, അങ്ങനെ ഇതിനൊക്കെ ചിലപ്പോൾ അതിനെ കൂടുതൽ വഷളായി പോകും. അപ്പൊ അത്തരം സിറ്റുവേഷൻസിലേക്ക് പോകുന്ന സാധ്യതകളൊക്കെ ഈ ഒരു സ്റ്റേജിലാണ്. അപ്പൊ അതിനെയൊക്കെ തിരുത്താൻ പറ്റുന്നത്, കാരണം അത് അവർ സ്വയം ക്രിയേറ്റ് ചെയ്തിരിക്കണോ, ഇതാണ് ലോകം, ഇതാണ് ശരി എന്ന് അവർ സ്വയം ചിന്തിച്ചിട്ടാണ്. പക്ഷെ ആ ശരിക്കും പിന്നീട് അത് തെറ്റായി മാറിപ്പോകും എന്ന് ചിന്തിക്കാനുള്ള ഒരു അവസരം അവരുടെ ആ ഒരു ലക്ഷ്യം താല്പര്യത്തിലേക്ക് എത്തിയിട്ടില്ല. അതാണ് പ്രത്യേകത. ക്ലിയർ ആയോ? At this age, the child tends to live in a world of belief which he himself is the creator. അവിടെ ആ മേക്കിന്റെ ആവശ്യമൊന്നുമില്ല. Belief of which he himself is the creator. ക്ലിയർ ആയോ? സെന്റൻസ് പോയിന്റുകൾ അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ പോയിന്റ് വായിക്കുന്നത്. മനസ്സിലായോ? മനസ്സിലായി മാം. Yes, and the last one, children become increasingly concerned with the cause and effect relationship in physical and natural phenomena in the environment. ഇനി കൂടുതൽ ഇവർക്ക് ഇങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു കൺസേൺ ഈ കുട്ടികളിലാണ് കൂടുതൽ കൺസേൺ. അതായത് അവരുടെ പ്രകൃതിദത്തമായിട്ടുള്ള, അതായത് നാച്ചുറൽ ആയിട്ടുള്ള അവരുടെ പരിസ്ഥിതിയിലുള്ള പല കാര്യങ്ങളും ഫിസിക്കൽ ആയിട്ടുള്ള പല കാര്യങ്ങളോടും എന്താ പറയാ അതിനെയൊക്കെ എഫക്ട് ചെയ്യുന്നത്, അതിന്റെ കാരണവും അതുപോലെ തന്നെ അതിന് കാരണമാകാവുന്നതും അതിനെ എഫക്ട് ചെയ്യുന്നതുമായിട്ടുള്ള പല കാര്യങ്ങളിലേക്ക് കുട്ടികൾ കുറച്ചധികമായിട്ട് എന്താ പറയാ ചേരുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കൺസേൺ കൂടുതലും പ്രകൃതി, അതായത് പുറത്താണ്. ചിലപ്പോ നമ്മുടെ വീട്, ഫാമിലി എന്നതിനേക്കാൾ ഉപരി പുറത്തുള്ള റിലേഷൻഷിപ്സിൽ, അതായത് സുഹൃത്തുക്കളായിരിക്കാം, മറ്റു രീതിയിൽ പുറത്ത് എൻവയോൺമെന്റിൽ കാണുന്ന ഏത് തരത്തിലുള്ള ഫിസിക്കൽ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളോടും ഭയങ്കരമായിട്ടുള്ള ഒരു അടുപ്പം, ഒരു കൺസേൺ കുട്ടികൾക്ക് കൂടുതലുണ്ടാകുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. മനസ്സിലായോ? കാരണം പല കാര്യങ്ങളോടും ഭ്രമം തോന്നുക, ചിലതിനോട് മെറ്റീരിയൽസ് ആയിക്കോട്ടെ, ഫിസിക്കൽ ആയിട്ടുള്ള കാണാൻ പറ്റുന്ന വസ്തുക്കൾ, അതാണ്. ചില ആളുകളോടുള്ള ഇതായിരിക്കാം, ചില വസ്തുക്കളോടുള്ള ഒരു എന്താ പറയാ പ്രത്യേക ആകർഷണത്തൊക്കെ കുട്ടികൾക്ക് ഈ ഒരു സ്റ്റേജിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചില വസ്തുക്കളോട് കൂടുതൽ ഇത് തോന്നുക, ചില ആളുകളോടായിട്ട് ഇത് തോന്നുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു പർട്ടിക്കുലർ സ്റ്റേജിലാണ്. മനസ്സിലായോ? ചിൽഡ്രൻ ബിക്കം ഇൻക്രീസിംഗ്ലി കൺസേൺഡ് വിത്ത് ദ കോസ് ആൻഡ് എഫക്ട് ഓഫ് റിലേഷൻഷിപ്പ് ഇൻ ഫിസിക്കൽ ആൻഡ് ഇന്റേണൽ ഫിനോമിന. ക്ലിയർ ആയോ? മനസ്സിലായോ? യെസ്. ഒന്ന് വായിക്കാമോ ആരെങ്കിലും? മാം, ഞാൻ വായിക്കാം. ഡ്യൂറിംഗ് ദ ബേസിക് സ്കൂൾ പീരിയഡ്സ്, കേൾക്കാമോ? ഹലോ. During the basic school period, the child's ability to consume information and accumulate ideas increases and his memory becomes more efficient. His capacity to generalize as well as ability for logical thinking increases. The child becomes more efficient in selecting, developing and applying cognitive operations in relation to material objects.
At this age, the child tends to live in a world of make-believe of which he himself in the creator. Children became increasingly concerned with the cause and effect relationship in physical and natural phenomena in the environment. Yes. Okay. Okay, thank you. Yes, അടുത്തത് നമ്മളുടെ ക്വസ്റ്റ്യൻസ് എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ആൻസേഴ്സ് ഒന്ന് വേഗം വായിക്കാം. ആരെങ്കിലും ഒന്ന് വായിച്ചിട്ട് ബാക്കിയുള്ളവരൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഈസ് ഇറ്റ് കറക്റ്റ് ഓർ നോട്ട് എന്ന് കേട്ടോ. ക്വസ്റ്റ്യൻ വായിക്കാമോ? ആര് വായിക്കും? ഞാൻ വായിക്കാം മാം. വായിച്ചു. Dash is the product of psychological and social growth stressed by environmental and individual behavior facts, sometimes referred as maturity. Developmentum ഡെവലപ്മെന്റ് എന്ന് മതി. ഡെവലപ്മെന്റ് എന്നാണ് ആൻസർ. നെവർദലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വേർഡ് അല്ല. അത് എന്താ പറയാ, നെവർദലെസ് എന്ന് പറഞ്ഞാൽ അത് കൂടാതെ പറയില്ലേ, ഡെവലപ്മെന്റ് is the correct answer. Okay, അടുത്ത ക്വസ്റ്റ്യൻ. According to growth refers to structural and psychological change, while development refers to growth as well as change in behavior. Crow and crow. According to crow and crow. അല്ലേ? ഇവിടെ ഡാഷ് ഉണ്ടായിരുന്നു. നമ്മുടെ ക്രോ ആൻഡ് ക്രോ എന്നാണ് ചേർക്കേണ്ടത്. നെക്സ്റ്റ് വൺ. Dash writes about the inherited characteristics and predetermined factors of behavior, both natural and neutral. Both natural and neutral. പോസ്റ്റിനേറ്റിലാണോ ഉദ്ദേശിച്ചത്? അല്ല, both natural and neutral. മോണ്ടിസോറിയല്ലേ ആൻസർ തന്നെ? അല്ലേ മാം? മോണ്ടിസോറിയല്ലേ ആൻസർ വരിക? അതാണോ ഉദ്ദേശിച്ചത്? That's aligned with the modern psychologists and who acknowledge the influence of both nature and future. എന്നുള്ളതല്ലേ? Sorry, nature and nurture. അതിന് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് മാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഡെവലപ്മെന്റ്? അതിന് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അത് വിട്ടുപോയോ? അത് ഇത്രയും കിട്ടിയില്ലേ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ദ പ്രിൻസിപ്പൾ ഓഫ് ഡെവലപ്മെന്റ്? ഫസ്റ്റ് വൺ, help to provide age appropriate tasks to children. Development is the maturation and learning. There are individual difference in development. പിന്നെ A or B correct. ആൻസർ എന്താ ഇത്? അത് എഴുതിയില്ല, കിട്ടിയില്ല. എഴുതിയില്ല. വേറെ ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ? ആൻസർ A and B correct. A and B correct ആണ്. അതെ, കറക്റ്റ് ആണ്. ഡി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് കറക്റ്റ്. A and B, എയും ബിയും കറക്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഓക്കെ മാം, നാലാമത്തെ ഇപ്പൊ പറഞ്ഞ ക്വസ്റ്റ്യന് ബോത്ത് നാച്ചുറൽ ആൻഡ് ന്യൂട്രൽ അല്ലേ? നേച്ചർ ആൻഡ് നർച്ചർ. അത് കഴിഞ്ഞു. അടുത്തത് വായിക്കോ? ആറാമത്തെ ക്വസ്റ്റ്യൻ. ആറാണോ വായിക്കട്ടെ? അല്ല, അഞ്ച്. Which are the post-natal factors that affect growth and development? Physical environment, social, emotional environment, intellectual environment. Yes. അടുത്തത്. What is zygote? The zygote, which is a fertilized cell, contains 46 chromosomes, saying the mothers and the father contribute 23 each. Okay.
What is a zygote എന്ന് ചോദിക്കുമ്പോ ശരി, ഇറ്റ്സ് എ ഫെർട്ടിലൈസ്ഡ് സെൽ. ഫെർട്ടിലൈസ്ഡ് സെല്ലിനെയാണ് നമ്മൾ സൈഗോട്ട് എന്ന് വിളിക്കുക. അല്ലേ? ഫെർട്ടിലൈസ്ഡ് സെൽ എന്ന് പറഞ്ഞാൽ ആ ഫെർട്ടിലൈസ്ഡ് സെല്ലിനകത്ത് എന്തൊക്കെയുണ്ട്? 46 ക്രോമസോംസ് ഉണ്ട്. അത് ഫാദറിന്റെയും മദറിന്റെയും. അത് ആ ക്രോമസോംസിനെയാണ് എക്സ്പ്ലെയിൻ ചെയ്തേക്കണേ. മനസ്സിലായോ? 46 ക്രോമസോംസ് എങ്ങനെ ക്ലാസിഫൈ ചെയ്തു എന്നാണ് അത് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ സൈഗോട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഫെർട്ടിലൈസ്ഡ് സെൽ. അതിനെയാണ് വിളിക്കുക കേട്ടോ. ഓക്കെ. The zygote contains dash chromosome which is contributed by father and mother after the liberated sperm. 46. Yes. അടുത്തത്. Ovary it moves into the dash fallopian. ക്ലിയർ ആയില്ലല്ലോ. Ovary it moves into the dash fallopian. ഫലോപ്പിയൻ ട്യൂബ് ഉണ്ട് കേട്ടോ. ഫലോപ്പിയൻ ട്യൂബ് കൂടി ഇൻക്ലൂഡ് ചെയ്യണേ ആൻസറിൽ. ഓക്കെ. അടുത്തത്. In which periods the organs like lungs, liver, stomach or sex organs area development are development? 8 week. പീരിയഡ് ഓഫ് എംബ്രിയോ അങ്ങനെയല്ലേ? അങ്ങനെ എഴുതണം കേട്ടോ. അങ്ങനെ എഴുതണം. പീരിയഡ് ഓഫ് എംബ്രിയോ അങ്ങനെ എഴുതണേ. അടുത്തത്. കഴിഞ്ഞു മാം. അത്രേ ഉള്ളൂ. കേൾക്കണല്ലോ. അത്രേ ഉള്ളൂ. തീർന്ന് 9 വായിച്ചു. യെസ്. ഇനി ഒരു ആക്ടിവിറ്റി നമ്മൾ തന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്റ്റേജസിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചിട്ട് വരാൻ നമ്മൾ പറഞ്ഞിരുന്നു. നോക്കിയിരുന്നോ? മൈൽ സ്റ്റോൺസ് ഓഫ് ഡെവലപ്മെന്റ് ഇവിടെ തന്നിരിക്കുന്ന സ്റ്റേജസിൽ നിന്നും എന്തെങ്കിലും വ്യത്യാസം കണ്ടുപിടിച്ചോ നിങ്ങള്? ഇല്ല മാം, അത് സെയിം തന്നെയാ. There is no change. ചേഞ്ച് നമ്മളുടെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി അവിടെ ചേഞ്ചസ് ഒന്നുമില്ല. മൈൽ സ്റ്റോൺസ് ഓഫ് ഡെവലപ്മെന്റ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് തന്നെയാണ്. നിങ്ങൾ അവിടെ കാണാൻ പറ്റിയതെന്നാണ് പറയുന്നത്. ഓക്കെ. യെസ്. അപ്പോൾ നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ആൻഡ് എന്തെങ്കിലും ആക്ടിവിറ്റി ഉണ്ടോ ചെയ്യാൻ? ആരെങ്കിലും റെഡിയാണോ? അല്ലെങ്കിൽ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യും. സ്റ്റോറി ഞാൻ വായിക്കും മാം. ഈ നമ്മുടെ ഹൈജീനെ പറ്റിയൊക്കെ ഉള്ളത്. ഹലോ മാം, ഞാൻ വായിക്കാം. നമ്മുടെ ഹൈജീനെ പറ്റിയൊക്കെ ഉള്ള ഒരു സ്റ്റോറിയാ. പറയും. Barbu learns not to eat expect food. കേക്കാവോ മാം? പറഞ്ഞോ. ഇച്ചിരി ക്ലാരിറ്റി കുറവുണ്ട്. Okay. One day, Barbu sees a piece of cake in the kitchen. Emmy, Barbu, don't eat that cake. It is out of date. Throw it is the digestible side, Mama. Barbu took the cake to work area, but he ate a portion of it. At night, Barbu had stomach ache and vomiting. Mama asked, "Did you eat that cake?" "I am sorry, Mama. I ate it," he carried. Mama took him to hospital. The doctor gives him an injection. Never take expected food. It makes you sick, he sighed. Sure, uncle, said Barbu, releasing him mistake. Yes. കഴിഞ്ഞോ? കഴിഞ്ഞു. എന്താണ് ഒരു പാഠം ലെസൺ? അല്ല, അതിപ്പോ ഈ സ്കൂള് വിട്ട് വരുന്ന ഒരു
ഒരു കരടിക്കുട്ടനെ. അപ്പൊ അത് ഇങ്ങനെ കേക്ക് അടുക്കളയിൽ ഇരിക്കുന്ന കണ്ടു. അത് കൈ കഴുകാതെ കൈയൊന്നും കഴുകാതെ വിട്ട് ഹൈജീൻ അല്ലാതെ വന്ന് തിന്നുക. അപ്പൊ അമ്മ പറയുന്നു നിനക്ക് വയറുവേദന എടുക്കും, അത് നീ കൈയും മുഖമൊക്കെ വന്ന് കഴുകിയിട്ട് നീ കഴിച്ചാ മതിയെന്ന്. അപ്പത്തേക്ക് അതൊന്നും കേൾക്കാതെ അവൻ കഴിച്ചപ്പോഴത്തേക്കും അവൻ ഭയങ്കരമായിട്ട് വോമിറ്റിങ് ചെയ്ത് വയറുവേദന എടുക്കുക. അപ്പൊ ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോയി ഡോക്ടർ ഇഞ്ചക്ഷൻ വെച്ചു. പിന്നെയാണ് ബാബുവിന് റിലീഫായത്. അതായത് നമ്മൾ അതിൽ നിന്ന് എന്താണ് ഇതിനൊരു ഒരു ഗുണപാഠം എന്ന് പറയുന്നത്, ഒരു മെസ്സേജ്. നമ്മള് എപ്പോഴും ഹൈജീൻ ആയിട്ട് എപ്പോഴും കൈ കഴുകിയിട്ട് എവിടെ പോയാലും കൈ കഴുകിയിട്ട് അന്ന് ഭക്ഷണം കഴിക്കുക. ഇത് നമ്മള് ഈ കഥകളൊക്കെ പഠിച്ചു വെച്ചിട്ട് അതിന്റെ ഒരു ഗുണപാഠം കൂടി നമുക്ക് കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പൊ കുട്ടികളോട് പറയണം എപ്പോഴും വി ഷുഡ് ബി ഹൈജീനിക് അല്ലെ. ക്ലീൻ ആൻഡ് ക്ലെൻലിനെസ്സിന് ഒരു പ്രാധാന്യമുണ്ടെന്നുള്ളത് കുട്ടികളെ ചെറുതിലേ തുടങ്ങി ശീലിപ്പിക്കണം. അതിനെ പറ്റി ഒരു കഥയാണ്. ആ കഥയുടെ കാര്യങ്ങൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം. സോ ആ ഒരു നല്ല കഥയോടൊപ്പം നമ്മള് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ദിവസം മാം സൈനിങ് ഔട്ട്. Signing out. Okay. Signing out. Thank you everyone for today's class. This knowledge will be very useful to us. Okay. So thank you all once again. Bye. Thank you, ma'am. Okay.